With all respect, I inviting Dr. Malirga Binni, the Assistant Professor and Head of Department of History, Kannur University. Here I am welcoming with huge respect Dr. Shyama S. Prabha, the Street Project Officer, Transgender Cell, Social Justice Department. Ma'am, kindly I am inviting to the podium. With all respect, I am inviting Dr. Shyam Kumar T.S., the Department of General Education, Kottayam, Government of Kerala. Sir, welcome to the podium. Here the session begins. Thank you. Now, our vision, employment in margin, unlocking hidden workforce potential. Now, knowledge economy mission, Vijnana Keralam project okay. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു കേരളത്തിലെ മെയിൻ സ്ട്രീം വിഭാഗങ്ങളോടൊപ്പം അത്രമാത്രം ഒന്നും കേരള വികസനത്തിൻ്റെ നേട്ടങ്ങൾ ആർജിക്കാൻ പല കാരണങ്ങളാൽ പറ്റാത്ത പോയ കേരളത്തിലെ ചില സോഷ്യൽ ഗ്രൂപ്പ്സുകളെയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സുകളെയും ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ വിസിബിൾ ഇൻക്ലൂഷൻ ഓഫ് എക്സ്ക്ലൂഡഡ് എന്നൊരു കാഴ്ചപ്പാട് എന്നൊരു ലക്ഷ്യം കേരളത്തിലെ നോളജ് ഇക്കോണമി മിഷനും കേരളത്തിലെ KDISCനും വിജ്ഞാന കേരളം പ്രോജക്റ്റിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പൊതുവായ പ്രോജക്റ്റുകളും പ്രോഗ്രാംസും ഒക്കെ ഡിസൈൻ ചെയ്തതിൻ്റെ കൂടെ തന്നെ കേരളത്തിലെ മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള കുറേ പ്രോജക്റ്റുകളും കഴിഞ്ഞ 2-3 വർഷങ്ങളായി കേരളത്തിൽ നടത്തി വരുന്നുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോജക്റ്റ് ഉണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സുകളുണ്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഫിഷർ ഫോക്ക്, കരിയർ ബ്രേക്ക് വന്നിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോജക്റ്റ്, മൈനോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോജക്റ്റുകൾ, ഇങ്ങനെ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട വിഭാഗങ്ങളെ തുടക്കത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ എംപവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേക പദ്ധതികളൊക്കെ വിജ്ഞാന കേരളവും നോളജ് ഇക്കോണമി മിഷനും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവരെ കണ്ടെത്തി അവർക്കാവശ്യമായിട്ടുള്ള സ്കില്ലിംഗ് പ്രോഗ്രാംസ് ഐഡൻറ്റിഫൈ ചെയ്തു, സ്പെഷ്യൽ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് സംഘടിപ്പിച്ചു, ഇൻഡസ്ട്രിയുമായിട്ട് അവരെ കണക്ട് ചെയ്യാനുള്ള ധാരാളം പ്രോഗ്രാംസ് നാം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലെവലിലേക്ക് ഈ മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റിയോ എന്ന ചോദ്യത്തിന് 2 ഉത്തരങ്ങളില്ല, പറ്റിയിട്ടില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഈ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സ്ട്രാറ്റജീസാണ് വേണ്ടത്, എക്സിസ്റ്റിംഗ് ഡിസൈൻ്റെ അകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷനൊക്കെയാണ് വേണ്ടത് എന്നുള്ള ആലോചനയിലേക്ക് നാം വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് പ്രധാനമായിട്ടും നാം ഉദ്ദേശിക്കുന്നത് ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിച്ചു വരുന്ന അക്കാഡമിഷ്യൻസ് നമ്മളോടൊപ്പം ഉണ്ട്, ആക്ടിവിസ്റ്റുകൾ ആ മോഡിൽ പ്രവർത്തിക്കുന്നവരും നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ വാല്യുബിൾ എക്സ്പീരിയൻസ് ബേസ് ചെയ്തുകൊണ്ട് ഇനി എങ്ങനെയാണ് ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടാണ് നാം ഈ ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കുന്നത്. 3-4 മേഖല കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം നാം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ. എല്ലാ സെക്ടറിൽ നിന്നും നാം സ്പീക്കേഴ്സിനെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും 1-2 പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. അബ്ദുൽ നാസർ സാർ
ഫിഷറി സെക്ടറിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു, ഒരു എക്സ്പേർട്ടായിരുന്നു. അദ്ദേഹം വരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഡിസ്കഷൻ നാം ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഡിസ്കഷൻ ആരംഭിക്കുന്നത് ഡോക്ടർ മാളവിക മാഡം ആയിരിക്കും. അവർ SC/ST അതുപോലെ തന്നെ വിമൺ മേഖലയിലെല്ലാം ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിലെ അധ്യാപിക കൂടിയാണ്. ആ മേഖലയിൽ എഡ്യൂക്കേറ്റഡ് യൂത്ത് ധാരാളം പേർ പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ അവരുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച്, ആസ്പിരേഷനനുസരിച്ചിട്ടുള്ള ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് പല കാരണങ്ങളാൽ പറ്റുന്നില്ല. അപ്പോൾ മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നിലനിൽക്കുന്ന ബാരിയേഴ്സ് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് നാം ആരംഭിക്കുന്നത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന തിയറികൾ കടമെടുത്ത തിയറികളാണ്. അതെൻ്റെ എൻ്റെ ഉപരിയായിട്ട് മറ്റ് റിസർച്ചേഴ്സ് ചെയ്തിട്ടുള്ള വർക്കിനെ കോട്ട് ചെയ്യാനും അതിനെ ലൊക്കേറ്റ് ചെയ്യാനുമുള്ള ശ്രമമാണ് എൻ്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഉത്തരാഗീത എന്ന് പറഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്കോളറിൻ്റെ വർക്കാണ്. അവർ സ്പെയിനിലെ ഒവിഡോ യൂണിവേഴ്സിറ്റിയിലാണ്. ആൻഡ് ഷീ ഹാസ് കോയിൻഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് phrase when it comes to Kerala, and particularly about the case of Dalit women in Kerala. എങ്ങനെയാണ് ദളിത് വിമൻ്റെ വർക്ക് ഫോഴ്സ് എൻട്രിയെ നമുക്ക് കൺസെപ്ച്വലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം. ഈ പഠനം നമ്മൾ ഗുപ്തയുടെയും അതേപോലെ തന്നെ അതിനു മുമ്പേ വന്നിട്ടുള്ള കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ക്രിട്ടീക്സും അതിനോടുള്ള ചേർത്ത് വെക്കലിനോടുള്ള ഒരു റെസ്പോൺസായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ഫേസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫ്രേസ് ഇസ് കാസ്റ്റ് സീലിംഗ്. നമ്മൾ സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുമ്പം പലപ്പോഴും ഗ്ലാസ് സീലിംഗ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു ലെവൽ വരെ എത്താം, എന്നാൽ അത് കഴിഞ്ഞാൽ ഓൺ പേപ്പർ തിയററ്റിക്കലി അടുത്ത സ്റ്റേജിലേക്ക് പോകാമെങ്കിലും ഒരിക്കലും അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ചില ഫോഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അത് ആ ഒരു ഫോഴ്സസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള പേട്രിയാർക്കി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ത്രീകളുടെ കയ്യിൽ ഭൂസ്വത്തില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്യാപിറ്റൽ ഫോർമേഷനിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് സ്ത്രീകൾക്ക് ലെഷറും ഓൺട്രപ്രണർഷിപ്പും പെർസ്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫാമിലി നെറ്റ്വർക്കുകളുടെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഗ്ലാസ് സീലിങ്ങിൻ്റെ കാര്യത്തിൽ. എന്നാൽ കാസ്റ്റ് സീലിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഗ്ലാസ് സീലിംഗ് ഉള്ളതുപോലെ തന്നെ കാസ്റ്റ് സീലിംഗ് ഉണ്ടെന്നാണ് ഉത്തരാഗീത വാദിക്കുന്നത്. കാസ്റ്റ് സീലിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഏറ്റവും പ്രൊഫഷണലി മുമ്പോട്ട് നിൽക്കുന്ന ദളിത് സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കിയാൽ പോലും പലപ്പോഴും സ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, പ്രൈവറ്റ് സെക്ടറുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഒരു പരിധി കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ അനുവദിക്കാത്ത, ഞാനത് അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, അനുവദിക്കാത്ത ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ മനസ്സിലാക്കണം, വെറും 6%, 6% ദളിത് സ്ത്രീ പ്രാതിനിധ്യം ഗവൺമെൻറ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടൊരു സർവേ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്കറിയാത്തത്. ഇൻ പർട്ടിക്കുലർ ക്ലാസ് 1 ജോലികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേവലം 1.7% 2020 റെക്കോർഡുകൾ പ്രകാരം ദളിത് സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഇത് റിസർവേഷൻ ഉള്ള ഗവൺമെൻറ് സെക്ടറിൽ ഇത്ര ചുരുങ്ങിയ പ്രാതിനിധ്യമാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും? കാരണം ഇത് വലിയൊരു, നമ്മൾ സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടേമിനോട് എതിർക്കുന്ന ഒരാളാണ് ഞാൻ. ഐ വിൽ കം ടു ദാറ്റ് ലേറ്റർ. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ വുമൺ എന്ന് പറയുമ്പോൾ അത് സവർണ സ്ത്രീയാകും. വിമണിന് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക, വിമണിനെ സ്കില്ല് ചെയ്യുക, വിമണിന് ഏർലി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വർക്ക് ഗ്യാപ്പ് വന്ന സ്ത്രീകളെ തിരിച്ച് വർക്ക് ഫോഴ്സിലോട്ട് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള എത്രയോ പദ്ധതികളുണ്ട്. നോളജ് എക്കണോമിയുടെ ഭാഗമായിട്ട് തന്നെ എത്രയോ പദ്ധതികളുണ്ട്. പക്ഷെ അവരുടെ ഫോക്കസ് എങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത്? അത് സവർണ സ്ത്രീകളിലേക്ക്, മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ കാസ്റ്റുകളും അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിലെ എല്ലാ പോളിസിയും മേക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ആ ഒരു മേഖലയിൽ ഒരിക്കലും
വർക്ക് ഗ്യാപ്പ് വന്നൊരു ദളിത് സ്ത്രീയെ, എഡ്യൂക്കേഷൻ ഗ്യാപ്പ് വന്നൊരു ദളിത് സ്ത്രീയെ എങ്ങനെ തിരിച്ച് പഠനത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ തിരിച്ച് ജോലിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഗവേഷണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി മേക്കിങ്ങോ നടന്നിട്ടില്ല. അപ്പോൾ പലപ്പോഴും സ്ത്രീ എന്ന് പറഞ്ഞാൽ സവർണ സ്ത്രീയും ദളിത് എന്ന് പറഞ്ഞാൽ ദളിത് പുരുഷനുമാകുന്ന ഒരു വല്ലാത്ത ഒരു ഗ്യാപ്പിൽ പെട്ടുപോകുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് ദളിത് സ്ത്രീകളെന്ന് പറയുന്നത്. ഇനി നമ്മൾ SC/ST പ്രോഗ്രാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക പ്രോഗ്രാമും SC/ST മെയിൽസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഓരോ ഘടനകളും ഇപ്പോൾ ഓരോ പ്രോഗ്രാമായിട്ട് എടുത്ത് ഞാൻ പറയുന്നില്ല, അത് ഇന്ന് തുടങ്ങിയതല്ല. കേരള സ്റ്റേറ്റ് എവിടെയൊക്കെ ഇൻ്റർവെൻഷൻസ് മേക്ക് ചെയ്തിട്ടുണ്ടോ കാസ്റ്റ് ജെൻഡേർഡാണ്. ഇതിങ്ങനെ രണ്ട് മേഖലകളായിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ ഇത് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അവിടെയാണ് ഇൻ്റർസെക്ഷണൽ ആയിട്ടുള്ള ഓപ്പറേഷൻ, കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ അനുഭവിക്കുന്ന ദളിത് സ്ത്രീ ഗ്രൂപ്പുകൾ പോലെ അല്ലെങ്കിൽ ട്രൈബൽ സ്ത്രീ ഗ്രൂപ്പുകൾ പോലെയുള്ള ഗ്രൂപ്പുകളുടെ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസിനെ ഒന്നും മാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. രണ്ട് പോളിസി മേക്കിങ്ങിൻ്റെ ലെവൽ വരുമ്പോൾ അവിടെയാണ് സ്കിൽ ഗ്യാപ്പ് എന്നുള്ള കാര്യം വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടേമായിട്ട് കിടക്കുന്നത്. വാട്ട് ഡസ് സ്കിൽ ഗ്യാപ്പ് ആക്ച്വലി മീൻ? അതുകൊണ്ട് നമ്മൾ സ്കില്ലിങ് എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള വാക്കുകളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് CR കണ്ണൻ്റെയൊക്കെ വർക്ക് വളരെ ക്ലാരിറ്റിയോടെ പറയുന്നുണ്ട്. ഇവിടെയുള്ള സവർണ വിമനും ദളിത് സ്ത്രീകളെ എടുത്തു നോക്കിയാൽ സ്കിൽഡ് ലേബർ ചെയ്തിരുന്ന ദളിത് സ്ത്രീകൾ അൺസ്കിൽഡായി മാറിയ, അൺസ്കിൽഡ് എന്ന് പറയുന്നത് ഞാൻ കോട്ട് ആൻഡ് കോട്ടാണ്, ഇതൊന്നും ഇപ്പോൾ സാനിറ്റേഷൻ വർക്കോ നഴ്സിങ്ങോ കെയർ വർക്കോ ഇതൊന്നും അൺസ്കിൽഡ് വർക്കല്ല, ഇതൊക്കെ വളരെ സ്കിൽ ആവശ്യമുള്ള ജോലികൾ തന്നെയാണ്. എക്കണോമിക്സിലെ പല പദങ്ങളും വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ സ്കിൽഡ് അൺസ്കിൽഡ് ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് എന്നൊക്കെയുള്ള ടേംസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനോട് നിശ്ചിതമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ വേറെ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് യൂസ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ ലേബറിൽ എക്സ്ട്രീംലി സ്കിൽഡ് ആയിരുന്ന ഒരു പറ്റം അല്ലെങ്കിൽ ക്രാഫ്റ്റ് മേഖലയിൽ എക്സ്ട്രീംലി സ്കിൽഡ് ആയിരുന്ന ഒരു പറ്റം സ്ത്രീകളെ അൺസ്കിൽ ചെയ്ത ഒരു കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രമുണ്ട്. എന്നിട്ട് ആ ഒരു സ്കിൽഡ് സെക്ടറിലേക്ക് കയറി വന്ന മിഡിൽ ആൻഡ് സോ കോൾഡ് അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ മർദ്ദക ജാതികൾ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആ ഗ്രൂപ്പിലേക്ക് വന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഡീസ്കില്ലിംഗ് നടന്ന ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട്. ആ ഡീസ്കില്ലിംഗ് അൺഅഡ്രസ്ഡ് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ സ്കില്ലുകളിലേക്ക് തിരിച്ചു പോക്കല്ല നമുക്ക് ഇപ്പോൾ ആവശ്യം. പക്ഷെ അത് അക്നോളജ് ചെയ്യണം. അത് അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ അതിന് റിപ്പറേഷൻ പോലെയുള്ള മെഷേഴ്സ് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ എല്ലാം ക്രക്സ് കിടക്കുന്നത് എഡ്യൂക്കേഷനിലും അതേപോലെ ലാൻഡ്ലെസ്നെസ്സിൻ്റെ കാര്യത്തിലാണ്. ഇപ്പം നമുക്ക് ഇത്രയധികം സ്കൂളുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഇൻ്റർനാഷണൽ കരിക്കുലം പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഇവിടെയുണ്ട്. മലയാളത്തിൽ സംസാരിച്ചാൽ ഫൈൻ അടിക്കുന്ന സ്കൂൾ വരെ ഈ കൊച്ചിയിലുണ്ട്. ഇങ്ങനെ ഉള്ള സ്കൂളുകളിൽ എത്ര SC/ST കുട്ടികൾക്ക് പ്രവേശനമുണ്ട്? ഇനി പ്രവേശനമുണ്ടെങ്കിൽ തന്നെ അവർക്ക് മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ, യൂണിഫോമുകൾ, അവിടെ നടക്കുന്ന ടൂറുകൾ, അവിടെ നടക്കുന്ന എക്സിബിഷനുകൾ, പ്രോജക്റ്റുകൾ, ഇതിലെല്ലാം പങ്കെടുക്കാനുള്ള ഒരു ലാർജർ ഫെസിലിറ്റേഷൻ സ്റ്റേറ്റ് നടക്കുന്നുണ്ടോ? ഇത് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ ഏറ്റവും മുകളിൽ വന്നിട്ട് ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ 17% മാത്രമാണ് നമ്മൾ ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്ന് വിളിക്കുന്ന കോഴ്സസിൽ ദളിത് പ്രാതിനിധ്യം. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉള്ളത് ആക്ച്വലി ദളിത് സ്ത്രീകൾക്കാണ്. സോ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ദളിത് വിഭാഗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദളിത് സ്ത്രീകളാണ് കൂടുതൽ. എന്തുകൊണ്ടാണ്? ദളിത് പുരുഷന്മാരുടെ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ വളരെ അധികമായിട്ടിരിക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്ലാസ് 3 ജോലികളിൽ അല്ലെങ്കിൽ ക്ലാസ് 2 ജോലികൾ വളരെ റെയറാണ്. ക്ലാസ് 3 ജോലികളോ ഇൻഫോർമൽ സെക്ടറോ അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്കോ തള്ളിവിടപ്പെടുന്ന ദളിത് പുരുഷന്മാരാണ് നമുക്ക് കാണുന്നത്. അതിൽ നിന്ന് ബാക്കി വരുന്ന ദളിത് സ്ത്രീകൾ ആണ് നമുക്ക് ഹയർ എഡ്യൂക്കേഷനിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ ഹയർ എഡ്യൂക്കേഷനുള്ള സ്ത്രീകൾ പ്ലേസ്ഡ് ആകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഈ പ്ലേസ്ഡ് ആകാത്ത എന്തുകൊണ്ടാണ്? ഞാൻ ഇതുപോലെ തന്നെ ഒരു സെമിനാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ പാനലിസ്റ്റ്, ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിലെ തന്നെ ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ പ്രോബബ്ലി നാഷണൽ
ടി വിയിൽ പോകുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ BBC പോലെയുള്ള നെറ്റ്വർക്കുകളിൽ ഇടം കണ്ടെത്തുമായിരുന്നു. അപ്പം എനിക്ക് വളരെ രസകരമായിട്ട് ഇത് തോന്നി. എന്നിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞതാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരുപാട് ദളിത് മനുഷ്യരിവിടെയുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരുപാട് ട്രൈബൽ മനുഷ്യർ ഇവിടെയുണ്ട്. ഇല്ല എന്നുള്ളൊരു പെർസെപ്ഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും എന്തുകൊണ്ട് എത്തുന്നില്ല ജേർണലിസ്റ്റുകളായി? എന്തുകൊണ്ടൊരു കറുത്ത മുഖമുള്ളൊരു TV റീഡർ നമുക്കില്ലാത്തത്? ഒരു ന്യൂസ് ആങ്കർ, നിങ്ങൾ ഏത് ചാനൽ വേണമെങ്കിലും മലയാളത്തിലെടുത്ത് ആലോചിച്ച് നോക്കിക്കോളൂ. എക്സെപ്റ്റ് ഡാർക്കായിട്ടുള്ളൊരു ഫീമെയിൽ ന്യൂസ് റീഡർ മലയാളിക്ക് ഇല്ലാത്തത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സോ എത്ര നമ്മൾ സോ കോൾഡ് സ്കില്ലുകൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചാലും വ്യവസ്ഥ മാറാതെ റൂട്ട് ലെവലിൽ ഉള്ള ഡിസ്ക്രിമിനേറ്ററി ടെൻഡൻസീസ് മാറാതെ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങി നമ്മുടെ കരിക്കുലയിലുള്ള വ്യത്യാസങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ മാറാതെ, പെർസെപ്ഷൻ ലെവലിലുള്ള കാര്യങ്ങൾ മാറാതെ പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിലും ചേഞ്ചസ് വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഞാൻ ഇദ്ദേഹത്തിനോട് ആൻസർ ചെയ്ത് ഇങ്ങനെയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, അത് എൻ്റെ പല സാഹചര്യങ്ങളും കാരണമാണ്, അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചതാണ്. പക്ഷേ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു പേഴ്സണിന് പോലും ഇവിടെ പല ഇടങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ട സ്ഥലങ്ങളാണ്. കാരണം എന്താ പെർസെപ്ഷൻ, നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ദളിതന്മാരെ കുറിച്ച് പോലെ അല്ലല്ലോ. അല്ല, ഞാൻ 100 കണക്കിന് ആൾക്കാരെ കാണിച്ചു തരാം. അപ്പം സ്കില്ലല്ല, അല്ലെങ്കിൽ സ്കില്ലെസ്നെസ് അല്ല പലപ്പോഴും ബാരിയറായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും വളരെ നെറ്റ്വർക്കിങ്ങിലൂടെ മാത്രം ലഭ്യമായ പല ഇടങ്ങളും ഇന്നും കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിൽ മാത്രമല്ല ഗവൺമെൻറ് സെക്ടറിലും എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ നെറ്റ്വർക്ക്സ് വളരെ എക്സ്ക്ലൂസീവായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടുമാണ് ഈ കാസ്റ്റ് സീലിംഗ് എന്ന് പറഞ്ഞ കാര്യം നിലനിൽക്കുന്നത്. ഒരു ലെവലിനപ്പുറം ദളിത് മനുഷ്യർ കയറി വരാത്തത് കൊണ്ടല്ല, അവരെ കടത്തി വിടാത്തത് കൊണ്ടാണ്. അതിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഫോഴ്സസ് ഇവിടെ ഉണ്ടെന്ന് അക്നോളജ് ചെയ്താൽ മാത്രമേ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്നതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടാകുള്ളൂ എന്നും കൂടെ പറയണം. ആൻഡ് ദാറ്റ് ഈസ് വെയർ വി ക്യാൻ മൂവ് ഫ്രം എ knowledge economy which is all about translating the labor workforce or the technical skills that we have so that we can integrate ourselves better to the existing neoliberal economy, to a knowledge society where the benefits of knowledge society will reach everyone, will be distributed to all groups in society. So ഈ നോളജ് എക്കണോമിയിൽ നിന്ന് നോളജ് സൊസൈറ്റിയിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. അത് സ്കിൽ ഗ്യാപ്പ് കാരണം ഡിഫൈൻഡ് ആയിട്ടുള്ള ദൂരമല്ല, സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്നത് കൊണ്ടുള്ള ദൂരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ പോളിസി മേക്കിങ്ങിൽ ആദ്യ ലെവൽ തൊട്ട് ചേഞ്ചസ് വന്നാൽ മാത്രമേ, നമ്മൾ പറയില്ലേ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ, അതുപോലെ ആ സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റി അഡ്രസ്സ് ചെയ്താൽ മാത്രമേ, അത് കൃത്യമായിട്ട് ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി ഇതുപോലെ പറയേണ്ട കാര്യമാണ്. അതെനിക്ക് തോന്നുന്നു പ്രൊഫസർ രവിരാമൻ്റെ വർക്കിൽ വളരെ ക്ലിയറായിട്ട് പെരിഫറി ഓഫ് ദി പെരിഫറി എന്നൊരു വാക്ക് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. കേരള ഡെവലപ്മെൻറ്റ് മോഡലിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഭൂസ്വത്ത് ഇല്ലാതായെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആദിവാസി മനുഷ്യരുടെ കയ്യിൽ നിന്നാണ് ഭൂസ്വത്ത് ഇല്ലാതായത്. ഭൂസ്വത്തുണ്ടായിരുന്ന മനുഷ്യർ കുടിയേറ്റത്തിൻ്റെ അതിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ നമ്മൾ കാണുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ലാൻഡ് പലവർക്കും വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് വിൽക്കുകയും ലാൻഡ്ലെസ് ആയി മാറ്റപ്പെട്ട കമ്മ്യൂണിറ്റീസാണ്. ലാൻഡ് ഇല്ലാതിരുന്ന കമ്മ്യൂണിറ്റീസ് മാത്രമല്ല, ട്രൈബൽ വിഭാഗങ്ങളെ പോലെ ലാൻഡ്ലെസ് ആക്കപ്പെട്ട കമ്മ്യൂണിറ്റീസും നമുക്കിവിടെയുണ്ട്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചറൽ ഷിഫ്റ്റുകൾ നമുക്ക് ആവശ്യമാണ്. അല്ലാതെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്നത് വഴിയോ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളെ കണ്ടെത്തി ആ ഗ്രൂപ്പുകളെ സോക്കോൾഡ് സ്കില്ല് ചെയ്യുന്ന വഴി മാത്രമോ ഒരു മാറ്റം വരാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്ക് വലിയ ആശങ്കകളുണ്ട്. സോ എഡ്യൂക്കേഷണൽ സിസ്റ്റം മാറ്റുന്നത് വഴിയും ക്യാപിറ്റൽ ഫോർമേഷൻ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ആ ക്യാപിറ്റൽ ഫോർമേഷനിൽ പാർട്ടിസിപ്പൻസ് ആക്കി ഗ്രൂപ്പ്സിനെ പർട്ടിക്കുലർലി സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സിനെ മാറ്റുന്ന വഴി മാത്രമേ ഒരു ചേഞ്ച് വരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മാം പറഞ്ഞു തുടങ്ങിയതും ചെറിയ തൊട്ട് വിദ്യകൾ കൊണ്ടോ മുറിവൈദ്യം കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല.
ദളിത് ആദിവാസി മേഖലയിലുള്ള ഇൻക്ലൂഷൻ, സ്ട്രക്ചറൽ റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയത് 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. 2 ടേം മാം ഉപയോഗിച്ചു. ഒന്ന് ക്ലാസ് സീലിങ്ങും 2 കാസ്റ്റ് സീലിങ്ങും. പ്രധാനപ്പെട്ട ഹിൻറ്റേഴ്സ് അല്ലെങ്കിൽ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഈ കാസ്റ്റ് സീലിങ്ങും അതുപോലെ തന്നെ ക്ലാസ് സീലിങ്ങുമാണ്. ഇതിനെ രണ്ടിനെയും ബ്രേക്ക് ചെയ്യാതെ വെറുതെ കുറച്ച് സ്കില്ലിംഗ് പ്രോഗ്രാം മാത്രം എടുത്തതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ ഇന്നത്തെ എക്സ്ക്ലൂഷൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഇൻക്ലൂഷൻ്റെ സാധ്യതകൾ എന്നാണ് മാം പറയാൻ ശ്രമിച്ചത്. അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം തോന്നുന്നു. അപ്പോൾ കാസ്റ്റ് സീലിംഗ് ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, ഷെഡ്യൂൾഡ് കാസ്റ്റിനെ എടുക്കുമ്പോൾ നമുക്ക് കാസ്റ്റ് സീലിംഗ് ഒരു പ്രധാനപ്പെട്ട ബാരിയറാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ കേരളത്തിൽ 1.5 അറൗണ്ട് 1.5% ആണ് ടോട്ടൽ പോപ്പുലേഷനിൽ കേരളത്തിലെ ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷനുള്ളത്. അവിടെ അങ്ങനെയുള്ള ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ആ ഗ്രൂപ്പിൻ്റെ അകത്തില്ല. ഈ കാസ്റ്റ് സീലിംഗ് എന്ന തിയറി അല്ലെങ്കിൽ ആ ഒരു അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആ ബാരിയർ ഇല്ലാത്ത സോഷ്യൽ ഗ്രൂപ്പ്സാണ് കേരളത്തിലെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ബട്ട് അവരും ഉയർന്നു വരുന്നില്ലല്ലോ കേരളത്തിൽ. അപ്പോൾ എനിക്ക് സാംസാറിനോടാണ് ഈ 2 കോൺസെപ്റ്റ് വെച്ച് എന്തുകൊണ്ടാണ് കേരളത്തിലെ ആദിവാസി സമൂഹം അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതിലെ യൂത്ത്സ് റിസർവേഷനും ഒക്കെ ഒരുപാട് സാധ്യതകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ആ സാധ്യതകളൊന്നും ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? റിസർവേഷൻ ഉണ്ടായിട്ടും വലിയ സംവരണ അട്ടിമറി നടക്കുന്ന സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറയാതെ നിവൃത്തിയില്ല. ഒരു കയ്യിൽ ഭരണഘടനയും മറുകൈയിൽ സംവരണം അട്ടിമറിക്കുന്ന റോസ്റ്ററുമായി നടക്കുന്ന സർവകലാശാലകളാണ് കേരളത്തിലുള്ളത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല, ഒരു മടിയില്ല. നോക്കൂ, മഹാത്മാ അയ്യങ്കാളി സ്വപ്നം കണ്ടത് 10 BA-ക്കാരെയാണ്. ഇപ്പം 10 BA-ക്കാരല്ല, 100 കണക്കിന് PhD-ക്കാരുണ്ടായിട്ട് പോലും ഇവർക്കൊന്നും തന്നെ കോളേജ് അധ്യാപകരാകാൻ സാധിക്കാത്ത സ്ഥലമാണ് കേരളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുപണം ഒഴുകുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയാണ്. അവിടെ സംവരണം ഉണ്ടോ? എന്ന വാക്ക് പോലും നമുക്ക് കേൾക്കാൻ കഴിയില്ല. സാറ് സംവരണം ഉണ്ടായിട്ടും സംവരണം ഇല്ല. രണ്ടാമത്തെ പ്രശ്നം, തിരുവിതാംകൂർ, മലബാർ, കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ വ്യത്യസ്ത കോളേജുകളുണ്ട്. എയ്ഡഡ് സ്കൂളുകളുണ്ട്, എയ്ഡഡ് കോളേജുകളുണ്ട്. അവിടെ വല്ലതും സംവരണം ഉണ്ടോ? സംവരണമില്ല. സംവരണം ഇല്ലാത്ത സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന എന്താണ്? അവിടെ വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കാം വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും അവിടുത്തെ അധ്യാപക പോസ്റ്റുകളിലെല്ലാം ഉള്ളത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പോളിസി മേക്കിങ്ങിൽ കടന്നു വരുന്നവരെല്ലാം ഈ കോളേജ് സവർണ വിഭാഗത്തിൽ നിന്ന് കോളേജ് അധ്യാപകരായിരിക്കും. എല്ലാ മേഖലകളിലും കേരളത്തിലെ വ്യത്യസ്ത സ്ഥാപനങ്ങളെടുത്ത് അവിടുത്തെ ഡയറക്ടർമാരായി, അവിടുത്തെ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നവരായി, പോളിസി മേക്ക് ചെയ്യുന്നവരായി കടന്നു വരുന്നവരെല്ലാം തന്നെ ഈ കേരളത്തിലെ സർവകലാശാലകളിലെ കോളേജുകളിലെ വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും സംവരണം നടപ്പിലാക്കുന്നതിന് എന്താണ് തടസ്സം? എന്താണ് പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഈ പഠിച്ച കുട്ടികൾക്ക് കുറച്ച് പേർക്കെങ്കിലും ജോലി കിട്ടുമല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ. അവർ എഫിഷ്യൻസി ഇല്ലാത്തവരായതുകൊണ്ടല്ല. ഇവിടെ ഡോക്ടർ മാളവിക പിന്നെ സൂചിപ്പിച്ചതുപോലെ അവർക്കൊന്നും ജോലി കിട്ടാൻ അനുവദിക്കാത്തൊരു വ്യവസ്ഥാക്രമം കേരളത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചെന്നാൽ നിങ്ങളെ എടുക്കില്ല, ദളിതരെ ആദിവാസികളെ എടുക്കില്ല. വിവരാവകാശ കണക്കുകൾ തെളിയിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 97% അധ്യാപക തസ്തികകളിലും സവർണ വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അധ്യാപകരായി ജോലി ചെയ്യുന്നതെന്ന് കണക്കുകളുടെ വെളിച്ചത്തിലായി പറയുന്നത്. കണക്കുകളുടെ വെളിച്ചത്തിൽ ഇന്ത്യ മുഴുവനുള്ള കണക്കെടുത്താൽ ഞെട്ടും. അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല സമ്പൂർണ്ണമായി ദളിതരെ ആദിവാസികളെയും പുറന്തള്ളിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്.
പഠിച്ച ആദിവാസികളില്ലാത്തത് കൊണ്ടല്ല, പഠിച്ച ദളിതരില്ലാത്തതുകൊണ്ടല്ല, അവരെ പ്രവേശിപ്പിക്കാത്ത രീതിയിൽ വലിയ ജാതിക്കോട്ട കെട്ടിയിരിക്കുകയാണ് കേരളം. എന്നിട്ട് നമ്മൾ പുരോഗമന കേരളം എന്ന് പറഞ്ഞാൽ ലജ്ജാകരം എന്നല്ലേ പറയേണ്ടത്? ലജ്ജാകരം ഇതൊരു വലിയ ഭീകര പ്രശ്നമാണ്. കേരളത്തിൽ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. പി എസ് സിക്ക് വിടാത്ത കേരളത്തിൽ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒന്നും സംവരണമില്ല. സംവരണമില്ലാത്തത് കാരണം അവിടെ ഒന്നും ആരുമില്ല, ദളിതരും ആദിവാസികളും ഇല്ല. ഈ കോട്ടയൊക്കെ ഉണ്ടാക്കിയത് ആരാ? നമ്മൾ ഇനി മറ്റൊരു പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് അതിനകത്ത് ചെയ്യേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിൻ്റെ ആവശ്യമില്ല. വളരെ വ്യക്തമാണ്. ഒരു അന്വേഷണത്തിന് വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ ഭീകരമായ ഹിംസ ദളിതരോടും ആദിവാസികളോടും കാണിക്കുന്നൊരു സമൂഹമാണ് മലയാളികൾ എന്ന് പറയുന്നത്. കാരണം മലയാളികൾ എന്ന സമ്പർക്കത്തിൽ ആരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല? ആദിവാസികളെ ഉൾപ്പെടുത്തിയിട്ടില്ല. മലയാളം മിഷൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ ഒരു വാർത്ത ഞാൻ കണ്ടത്, ഏതോ ഒരു ആദിവാസി പ്രദേശം, ആദിവാസികൾ മാത്രമല്ല മറ്റാളുകളെല്ലാം താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പാലം വന്നു. അതിനകത്ത് നാട്ടുകാരും ആദിവാസികളും ഏറെ സന്തുഷ്ടരായി. അപ്പോൾ ആദിവാസികൾ നാട്ടുകാരല്ലേ? ആദിവാസികളെ അപരരായി കാണുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ കേരളത്തിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദിവാസികളുടെയും ദളിതരുടെയും അറിവുകളെ അറിവായി കാണാതിരിക്കുകയും അതിനെ കേവലം സ്കില്ലായി കാണും. ബ്രാഹ്മണർ എഴുതി കൂട്ടിയ വാസ്തുവിദ്യയും രാമായണവും മഹാഭാരതവും എല്ലാം അറിവാകും. സത്യത്തിൽ അത് മുഴുവൻ ചാണകമാണ്. ചാണകത്തെ അറിവായി കാണുന്നവരാണ് മലയാളികൾ. ചാണകം അറിവാവുകയും അറിവിനെ നിങ്ങൾ കേവലം സ്കില്ലായി കാണുകയും ചെയ്യും. അപ്പം തന്നെ അടിസ്ഥാനപരമായിട്ട് മൊത്തം തെറ്റി. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. ആയുർവേദം കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. കോടികളുടെ വിറ്റുവരവാണ് ആ മേഖലയിൽ നടക്കുന്നത്. ഈ ആയുർവേദത്തിൻ്റെ കൂടി ഉൽപ്പത്തി കേന്ദ്രമായ ആദിവാസി വൈദ്യമുണ്ട്. പക്ഷെ ഒരിക്കലും കേരളത്തിൽ ആദിവാസി വൈദ്യം എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കില്ല. കാരണം അതിനെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. കേരളീയ സമൂഹം ഇതുവരെ ആദിവാസി വൈദ്യത്തെ അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആദിവാസി വൈദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാർക്കറ്റ് ചെയ്യണമെന്ന് കേരള സമൂഹത്തിന് തോന്നാത്ത എന്തുകൊണ്ടാണ്? അത് മലയാളിയുടെ മനസ്സിലുള്ള പോളിസി മേക്ക് ചെയ്യുന്നവരുടെ മനസ്സിലുള്ള ജാതിബോധമാണ്. അതാണ് ഡോക്ടർ മാളവിക പിന്നെ ഇവിടെ സൂചിപ്പിച്ചത്. ആ വ്യവസ്ഥാക്രമത്തെ മാറ്റാൻ കഴിയണം. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ ഓണം വരാൻ പോവാണല്ലോ. നമ്മൾ ഏത് ഓണമാണ് ആഘോഷിക്കുന്നത്? എന്താണ് ആഘോഷിക്കുന്നത്? ഈ പായസവും പപ്പടവും പാൽപ്പായസവും അവിയലും സാമ്പാറും കൂട്ടുന്നതിനെ പറ്റിയല്ലേ അതാണല്ലോ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആദിവാസികളുടെ ഫുൾ കൾച്ചർ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയാത്ത? എന്തുകൊണ്ടാണ്? അതിനെ കുറഞ്ഞ ഭക്ഷണമായി, അതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയാത്ത ഒന്നായിട്ട് നമ്മൾ കരുതുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ സവർണ ഭക്ഷണം മാർക്കറ്റ് ചെയ്യപ്പെടുകയും ആദിവാസികളുടെ ഭക്ഷണക്രമം മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കത്തേ ഇല്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ധാരാളം രുചികരമായ ഭക്ഷണക്രമം ആദിവാസി ഗോത്രജന വിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. അതെങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം? ആയുർവേദ ചികിത്സയ്ക്കായിട്ട് വിദേശികൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് ആദിവാസി വൈദ്യത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി അത്തരം ചികിത്സ ചെയ്യുന്ന ആളുകളെ സംഘടിപ്പിച്ച് അത്തരം ഒരു കാര്യം വളർത്തിയെടുക്കണമെന്ന് എന്തുകൊണ്ടാണ് സ്റ്റേറ്റിന് തോന്നാത്തത്? അത്തരം കാര്യങ്ങൾ കൂടെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ മേഖല ശക്തിപ്പെടുക. അപ്പോൾ ആ മേഖല ശക്തിപ്പെടാൻ തന്നെ ഒന്നും തന്നെ നമ്മൾ നിലവിൽ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, പലതരത്തിലുള്ള ഹിംസ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് ജോലിയില്ലാത്തൊരു വിഭാഗം. വിദ്യാഭ്യാസമുണ്ട്, ജോലിയില്ലാത്ത ആളുകൾ. വിദ്യാഭ്യാസമുണ്ട്, കോട്ടാൻകോട്ടിൽ സ്കില്ലില്ലാത്ത ആളുകൾ. നമ്മുടെ കണക്കുകൂട്ടലിൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, സ്കില്ലും ഉണ്ട്. പക്ഷേ അവരൊക്കെ പുറന്തള്ളപ്പെടുന്ന ഒരു വ്യവസ്ഥാക്രമം. അതാണ് ആദ്യം സൂചിപ്പിച്ചത്. സംവരണം ഉണ്ടായിട്ടും സംവരണം ഇല്ല. ഇനി സംവരണം ഉണ്ടെങ്കിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കണ്ടതുപോലെ സംവരണം അട്ടിമറിക്കും. ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ട് പോലും ആ റോസ്റ്റർ ഒന്ന് ശരിയാക്കി ദളിതരെ ആദിവാസികളെ ഉൾക്കൊള്ളാൻ കേരളത്തിലൊരു സർവകലാശാല തയ്യാറാകുന്നില്ല. കോടതി പലതവണ പറഞ്ഞിട്ട് പോലും. പിന്നെ എങ്ങനെ ഒരു ഇൻക്ലൂഷൻ നടക്കുമെന്നാണ് പറയുന്നത്? അത്ര ഭീകരമായ രീതിയിലാണ് ഈ സംഗതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ദളിത് ആദിവാസി മേഖലയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനായിട്ട് പോകാനുള്ള സംവിധാനമുണ്ട്.
പക്ഷേ അതിനും ഉദ്യോഗസ്ഥരുടെ സമീപം എങ്ങനെയാണെന്നുള്ളത് പല അതിനുവേണ്ടി ശ്രമിച്ച ആളുകളോട് ചോദിക്കുമ്പോഴറിയാം അവർ കടന്നുപോയ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും. അപ്പോൾ ഒരു ജനാധിപത്യപരമായ ഒരു സഹമനോഭാവം അത്തരം അപേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നവരുമായിട്ട് കൺവേ ചെയ്യുന്നതിനുള്ള ഒരു, കേരളത്തിൻ്റെ ആദരണീയ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അത് ഈ ഉദ്യോഗസ്ഥരുടെ ചെവിയിലോട്ട് ഈ 10,000 ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് പോലെ ചൊല്ലിക്കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇതാണോ ഇങ്ങനൊരു പ്രശ്നം കിടപ്പുണ്ട്. 2, നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനായിട്ട് ആളുകളെ പുറത്തേക്ക് വിടുന്നത് പോലെ തന്നെ അവരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ജോലിക്ക് സന്നദ്ധമാക്കി വളർത്തിയെടുത്ത് വിദേശങ്ങളിലേക്ക് ജോലിക്ക് അയക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രീതി നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഭാവി കൂടുതൽ സുരക്ഷിതത്വമാക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. 2, നമുക്ക് ധാരാളം MR സ്കൂളുകളുണ്ട് കേരളത്തിൽ. പക്ഷേ ഫിസിക്കലി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ഈ സ്കൂളുകളിലൊക്കെ തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷേ അവരെ കായികമായിട്ട് മത്സരക്ഷമമായിട്ട് അവരെ മാറ്റി ആ രീതിയിൽ വളർത്തിയെടുക്കുന്നതിനെ സംബന്ധിച്ച് എന്ത് ആലോചനകളാണ് നമ്മുടെ സ്റ്റേറ്റ് നടത്തിയിട്ടുള്ളത്? ആ കുട്ടികളെ ആ രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാനുള്ള ധാരാളം പരിശ്രമങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പോൾ ദളിതരെ ആദിവാസികളെ സംബന്ധിച്ച് പരമ്പരാഗതമായ വിദ്യാഭ്യാസം മാത്രം പോരാ, അവർക്ക് ധാരാളം കഴിവുള്ള മനുഷ്യരാണ്. ആ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് വളരെ വലിയ ആലോചനകൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ കായിക മേഖലയെ സംബന്ധിച്ച് പറഞ്ഞത്. അതുപോലെ ആദിവാസി വൈദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്, ട്രൈബൽ മെഡിസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ പൊതുവെ വികസനം എന്ന് പറയും, പക്ഷേ അത് കേരളത്തിൽ മധ്യമജാതികളുടെ വികസനമാണ് വികസനം എന്ന പേരിൽ നടക്കുന്നത്. ദളിതരുടെയും ആദിവാസികളുടെയും കാര്യത്തിൽ എന്താണ് നടക്കുന്നത്? അത് സാമൂഹ്യ സേവനം, സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന നിലയ്ക്ക് കോഴിയെ കൊടുക്കുകയോ ആടിനെ കൊടുക്കുകയോ വീട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നിലയിലേക്ക് സാമൂഹ്യ സേവന, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മാത്രമായിട്ട് ചുരുങ്ങി നിൽക്കുക. അത് വളരെ പ്രധാനമാണ്. പക്ഷേ ചുരുങ്ങി നിൽക്കുക എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അവർ കൂടുതൽ സ്വന്തം കാലിൽ നിന്ന് ഉയർന്നു വരുന്ന രീതിയിലുള്ള പശ്ചാത്തല വികസനം കേരളം നടത്തേണ്ടത് അത്യാവശ്യം. അപ്പോഴാണ് മാത്രമേ നമുക്കൊരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പോളിസി മേക്കിങ്ങിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം. 2, ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിദേശങ്ങളിലേക്കുൾപ്പെടെ ധാരാളം ആളുകൾക്ക് എങ്ങനെ ജോലി കൊടുക്കാൻ കഴിയും, പ്രത്യേകിച്ച് ദളിത് ആദിവാസി മേഖലയിൽ നിന്നുള്ളവരെ എങ്ങനെ നമുക്ക് ആ മേഖലയിലേക്കൊക്കെ അയക്കാൻ കഴിയും, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക, ആ രീതിയിലുള്ള വിപുലമായ ആലോചനകൾ നടത്തുകയും വിദേശങ്ങളിലേക്കൊക്കെ പോയി ജോലി സമ്പാദിക്കുവാനും സമ്പത്തുണ്ടാക്കുവാനും കഴിയുന്ന ഒരു സംവർഗമാക്കി ദളിത് ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകളെ മാറ്റിയെടുക്കാൻ കഴിയണം. അതിനെന്ത് വേണം? ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം. അത് ഔദാര്യ മനോഭാവത്തോടുകൂടി ആയിരിക്കരുത്, ജനാധിപത്യപരമായ മനോഭാവത്തോടുകൂടി ഒരു കഠിനമായ സപ്പോർട്ട് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊരു ഇന്ന് രാജ്യം നേരിടുന്നൊരു വലിയ വിപൽസന്ധി എന്ന് പറയുന്നത്, പാർലമെൻറ്റിൽ മന്ത്രിയോട് ഒരു MP ചോദിച്ച ചോദ്യം ദളിത് ആദിവാസി മേഖലയിൽ സംബന്ധിച്ച ഗവേഷണത്തെ ഫണ്ട് വലിയ രീതിയിൽ ഇപ്പോൾ വെട്ടിച്ചുരുക്കപ്പെടുകയാണ് രാജ്യാന്തര തലത്തിൽ തന്നെ. അത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഉത്തരം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ദേശീയ വിദ്യാഭ്യാസ നയത്തിലേക്ക് അദ്ദേഹം ഊന്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത് NEP 2020 വന്നതോടുകൂടി ദളിത് ആദിവാസി വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ NEP-യിലൂടെ തന്നെ സംജാതമായിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ്. അത് വിപുലമായി ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ്, ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പ്രൈവറ്റ് മേഖല സമ്പൂർണ്ണമായിട്ടും ദളിതരെ ആദിവാസികളെയും പുറത്തു നിർത്തുന്ന, അവർ കൊട്ടിയടച്ച് പുറത്തു നിർത്തുന്നൊരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് കേരളത്തിലും അത് ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വേണം? വളരെ കൃത്യമായിട്ട് സർക്കാർ ഒരു പോളിസി മേക്ക് ചെയ്താൽ മാത്രമേ എന്ത് സാധിക്കത്തുള്ളൂ? ദളിതരെ ആദിവാസികളെയും പ്രൈവറ്റ് മേഖലയിൽ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്?
പ്രൈവറ്റ് മേഖലയിൽ, അത് പ്രൈവറ്റ് മേഖലയിലുള്ള എന്ത് സ്ഥാപനങ്ങളും മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ദളിതരെ ആദിവാസികളെ പുറന്തള്ളുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. അതിനുവേണ്ടി സർക്കാർ തന്നെ മുൻകൈയെടുത്ത് പ്രൈവറ്റ് മേഖലയിലെ ഫ്രണ്ട്ലി ദളിതരെ ആദിവാസികളെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പോളിസി സർക്കാർ മേക്ക് ചെയ്യണം എന്നുള്ളതാണ്. തന്നെയല്ല, എങ്ങനെ ഒരു സംരംഭകത്വം ഉണ്ടാക്കിയെടുക്കാം, ദളിത് ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക് എങ്ങനെ ഒരു സംരംഭകത്വം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെപ്പറ്റി സർക്കാർ ഗൗരവമായിട്ട് ആലോചിക്കുകയും അവർക്ക് സ്വതന്ത്ര സംരംഭകരായി ഉയർന്നു വരുന്നതിന് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. തന്നെയല്ല, ദളിത് ആദിവാസി മേഖലയിലുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ മാർജിനൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന ആ വിഭാഗത്തിന്, സ്കൂൾ എഡ്യൂക്കേഷൻ കാലം മുതൽ തന്നെ അവരുടെ സ്കില്ല്, അവരുടെ വൈദഗ്ധ്യം, അവരുടെ അറിവ് മനസ്സിലാക്കി ആ രീതിയിൽ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. തന്നെയല്ല, പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ രൂപങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആദിവാസികൾക്കിടയിൽ അവർ ഈറ്റ കൊണ്ട് വീടുണ്ടാക്കും, അതുപോലെ തന്നെ പറയ സമുദായത്തിൻ്റെ ഇടയിലുള്ള കൊട്ട നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ അസ്പൃശ്യത വന്ന കുറഞ്ഞ തൊഴിലുകളായിട്ട് മാത്രം കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിൽ തന്നെ സംജാതമാകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഈ വിശ്വകർമ്മ സമുദായത്തിന് ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ, വിശ്വകർമ്മജർ അവരുടെ തന്നെ തൊഴിലിൽ എക്കാലവും നിലനിൽക്കത്തക്ക രീതിയിൽ ഫണ്ട് അനുവദിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ അങ്ങനല്ല വേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, സ്കില്ലില്ലാത്തവരുണ്ട്. കോട്ടാൻകോട്ടിലായി സ്കില്ലെന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചവരുണ്ട്, വൈദഗ്ധ്യമുള്ളവരുണ്ട്. ഇവരെ പലതരത്തിൽ പല വിഭാഗങ്ങളായി തിരിച്ച് ഓരോരുത്തർക്കും എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തി ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇവരെ ഉൾക്കൊള്ളാൻ കഴിയും. ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത് പ്രാതിനിധ്യമാണ്. നിലവിൽ സർക്കാർ സംവിധാനങ്ങളിൽ പോലും ദളിത് ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക് പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ 2.0 തെളിയിക്കുന്നത് കേരളത്തിലെ സർക്കാർ മേഖലയിൽ ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം വളരെയധികം കുറവാണ് എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. സർവകലാശാലകളിലെയും കോളേജുകളിലെയൊക്കെ സംവരണ അട്ടിമറികളിലൂടെ പഠിച്ച കഴിവുള്ള, പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകൾ പുറന്തള്ളപ്പെടുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനെ സർക്കാർ വളരെ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് മാറ്റാൻ കഴിയും. സർക്കാർ മേഖലയിൽ തന്നെ ഇതാണെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത് എന്ന് കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ജാതീയമായൊരു മനോഭാവം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് ഈ വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് തുടരുന്നത്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോയിന്റ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആദിവാസികൾക്ക് ഫുഡ് കൾച്ചറുണ്ട്, അവർക്ക് മെഡിസിനുണ്ട്, ഇത്തരം ധാരാളം അറിവ് രൂപങ്ങളുണ്ട്. അറിവ് രൂപങ്ങളാണതെല്ലാം. ആ അറിവ് രൂപങ്ങളെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കാത്തത് മലയാളി സമൂഹം കൊണ്ട് നടക്കുന്ന ജാതീയമായ പൊതുബോധം കൊണ്ടാണ്. ആ പൊതുബോധത്തെ ഉല്ലംഘിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മാർക്കറ്റ് സാധ്യമാക്കാം എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഒരു മാറ്റത്തിനുള്ള ഒരു കാഹളം മുഴങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കേരളത്തിലെ ആദിവാസി സമൂഹത്തിൻ്റെ എംപവർമെൻറ്റുമായി, ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ പുതിയതല്ല, എന്നാൽ സമൂഹത്തിൽ പ്രചാരത്തിലുണ്ടെങ്കിൽ പോലും അധികം സീരിയസായി പോളിസി മേക്കിങ്ങിലൊന്നും കൊണ്ടുവരാൻ അധികം സീരിയസായി എടുക്കാത്ത കുറേ വിഷയങ്ങൾ ശ്യാം സാർ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നമുക്ക് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് രണ്ടാം റൗണ്ടിൽ ആ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി നമ്മളുമായി പങ്കുവെക്കാനുള്ളത് കേരളത്തിലെ ന്യൂമറിക്കലി വെരി മിനിസ്കൂൾ സെക്ഷനാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം. കേരളത്തിലൊരു ട്രാൻസ്ജെൻഡർ പോളിസിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ചില ചില കരുതലുകളൊക്കെ സർക്കാർ മിഷണറിയുടെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും ചരിത്രപരമായും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും ഒക്കെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വിഭാഗം അനുഭവിക്കുന്ന
പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച അളവിലൊന്നും മാറ്റാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ആ മേഖലയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശ്യാമ ട്രാൻസ്ജെൻഡർ സെല്ലിൻ്റെ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസറായി വർക്ക് ചെയ്യാണ്. വളരെ സജീവമായി ആ മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ അനുഭവങ്ങൾ അവരിവിടെ പങ്കുവെക്കും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എൻ്റെ സഹപാനലിസ്റ്റുള്ള ആൾക്കാർ സംസാരിച്ച വിഷയങ്ങൾ ഒരുപക്ഷെ അതുമായിട്ട് തന്നെ കൂട്ടി യോജിപ്പിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന മേഖല തന്നെയാണ്, പ്രത്യേകിച്ച് ക്യൂറായിട്ടുള്ള വ്യക്തികളുടെ വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യൂർ എന്ന് പറയുന്ന മനുഷ്യരെ പറ്റി ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്കോ എത്ര കണ്ട് ധാരണയുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഒരുപക്ഷെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തെ ഏത് നമ്മുടെ ആഗോളതലത്തിലൊക്കെ നോക്കുന്ന സമയത്ത് അതിനെ പിന്തിരിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് ഒരുപാട് മനുഷ്യർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഭാഗം വ്യക്തികൾ അനുഭവിക്കുന്ന അവരുടെ സാമൂഹ്യ സാഹചര്യം എന്താണെന്നോ അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തെ പറ്റിയോ പൊതുസമൂഹത്തിൽ ലഭിക്കേണ്ടുന്ന ഭരണഘടനാ അവകാശങ്ങളെ പറ്റിയോ കൃത്യമായ ധാരണ ഒരുപാട് മനുഷ്യർക്കില്ല എന്നുള്ളത് സ്വാഭാവികമായും എല്ലാ മനുഷ്യരെയും ഉൾച്ചേർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന സമയത്ത് പിന്തള്ളപ്പെട്ടു പോകുന്ന മനുഷ്യരായിട്ട് കേരളത്തിലെ ക്യൂർ വ്യക്തികൾ മാറുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യത്തെയും പലപ്പോഴും പലരും അംഗീകരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നേരത്തെ സാറോട് സൂചിപ്പിച്ചതുപോലെ ഏതൊരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടൊരു നയരൂപീകരണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്തോ ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്ന കുറേയധികം മനുഷ്യർ വന്നിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി എന്ന് പറയുന്നൊരു സമീപനം, ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അത് ഈ പറയുന്ന ബെനിഫിഷ്യറീസായിട്ട് നിൽക്കുന്ന വിഭാഗത്തിന് അത് എത്ര കണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് ചെയ്തു കൊടുത്താൽ അവർ ശരിയാകും എന്ന് പറയുന്നൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. മറിച്ച് നമ്മുടെ കാലങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ ബൈനറിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു സിസ്റ്റമാണ്. ആൺ പെണ്ണെന്ന് പറയുന്ന ബൈനറിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ സമീപിക്കുന്ന സമയത്ത് അതിനപ്പുറത്തേക്കുള്ള വിഭാഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഇന്നതാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്താൻ ഒരുപാട് പേർക്ക് കഴിയാത്തതൊക്കെ തന്നെ ഈ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നൊരു സാധ്യതയെ പോലും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ഇടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നയം ഉണ്ടെന്ന് പറയുമ്പോഴും നയത്തിന് ആനുപാതികമായിട്ട് സംസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നു പറയുമ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു ഗോളിലേക്ക് എത്ര പേർക്ക് അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ നിലനിൽക്കുന്ന ഒരു സ്റ്റിഗ്മ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ നോം കാരണം പലപ്പോഴും ആ മനുഷ്യർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ രാവിലെ സംസാരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ട്രാൻസ് മനുഷ്യർക്ക് ജോലി കൊടുത്തു എന്നൊരു വാർത്ത വരുന്നത് കൊച്ചിൻ മെട്രോയിൽ കുറേയധികം ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത സമയത്താണ്. അപ്പോൾ അത് ആ കൊച്ചി മെട്രോയിലേക്ക് ജോലി കൊടുക്കാൻ സർക്കാർ സന്നദ്ധമായി എന്ന് പറയുന്നത് 18 ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നത്തിൽ അവരുടേതല്ലാത്ത തെറ്റുകൾ കാരണം പിന്നെ പൊതുസമൂഹം കൽപ്പിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യരായതുകൊണ്ട് തന്നെ ഈ 18 പേരെയും ആദ്യമായി കേരളത്തിൽ റിമാൻഡ് ചെയ്യപ്പെട്ടു. ഒരു കേസിനകത്ത് ഉൾപ്പെടുത്തി പോലീസുകാർ FIR ഒക്കെ ഇട്ട് അവരെ റിമാൻഡ് ചെയ്തു. ആ റിമാൻഡ് ചെയ്ത സാഹചര്യത്തിലാണ് ചെറിയ രീതിയിലെങ്കിലും തൊഴിൽ മേഖലയിൽ ഇവരെന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, വീടുകളിൽ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നതിനെപ്പറ്റി 1-2 ഇടങ്ങളിൽ ചർച്ച വരികയും ആ ചർച്ചയ്ക്ക് ഒരു ബദൽ നിർദ്ദേശം എന്നുള്ള നിലയിൽ ഇവർക്ക് കൊച്ചി മെട്രോയിൽ ജോലി കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷെ അതും ഒരു തേർഡ് പാർട്ടി കോൺട്രാക്റ്റ് വഴിയാണ് ഇത്തരം മനുഷ്യർക്ക് ജോലി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ജോലി കൊടുക്കുന്ന സമയത്ത് ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് പ്രാഥമികമായും അവിടെ ചെയ്തു പോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന ഇടങ്ങളുണ്ടോ എന്നുള്ളത്, എനിക്ക് മൂത്രം ഒഴിക്കാൻ ഒരു സൗകര്യം വേണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഈ അറ്റാറിൽ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ഇൻ ദ സെൻസ് ഭൂരിപക്ഷം വരുന്ന സമൂഹം പറയുന്നത് ഞാൻ സ്ത്രീകളുടെ ബാത്റൂമിൽ കയറി മൂത്രം ഒഴിച്ചാൽ മതി എന്നായിരിക്കും. അത് എനിക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ആരാണ് ചിന്തിക്കുക? ഞാൻ സ്ത്രീകളുടെ ബാത്റൂമിലാണോ കയറി പോവേണ്ടത്, ഞാൻ പുരുഷൻ്റെ ബാത്റൂമിലാണോ കയറി പോകേണ്ടതെന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം ചോയ്സായിട്ട് നിലനിൽക്കുകയും അതിനുള്ള ഫെസിലിറ്റി പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഇൻക്ലൂസീവ് വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു ഇടത്തിലേക്ക് ഇത്തരം മനുഷ്യർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. മെട്രോയിലടക്കം സംഭവിച്ചിരിക്കുന്നത് പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങളുടെ അഭാവം വളരെ കൃത്യമായി അത്തരം മനുഷ്യർ അവിടെ നേരിട്ടിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല
ഈ പറയുന്ന നമ്മുടെ ഈ ജെൻഡർ നോംസ് എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു അറ്റയറിലിരിക്കുമ്പോൾ എനിക്ക് സമൂഹം കൽപ്പിച്ച് വെച്ചിരിക്കുന്ന ചില റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ഈ അറ്റയറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ സംസാരത്തിൽ ഞാൻ സഭ്യത പ്രകടിപ്പിക്കുന്നവളായിരിക്കണം, ആ രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, ഞാൻ ഉറക്കെ ചിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന രീതിയിൽ മനുഷ്യൻ കാണുന്ന സമയത്ത് ഇന്ന കളങ്ങളിൽ നിങ്ങൾ ഒതുങ്ങി നിൽക്കണമെന്നോ ഇന്ന രീതിയിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകണമെന്നോ പറയുമ്പോൾ അതിനെപ്പോലും വളരെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കുറേയധികം മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അത്തരം മനുഷ്യരുടെ ആവശ്യങ്ങൾ വളരെ സമഗ്രമായിട്ട് കേൾക്കുന്നതിനോ അത് പ്രാവർത്തികമാക്കുന്നതിനോ ഉള്ളൊരു സിസ്റ്റം ഇപ്പോഴും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മെട്രോയിൽ ജോലി ചെയ്ത മനുഷ്യരിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അവർ തുറന്നു പറഞ്ഞ സമയത്ത് ഇവർക്ക് പണിഷ്മെൻ്റാണ്. നിങ്ങൾ ഈ സ്റ്റേഷനിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയതുകൊണ്ട് നിങ്ങൾ ഇന്ന സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. അപ്പം ഈ ബുദ്ധിമുട്ടിലേക്ക് അവരെ എത്തിച്ച സിസ്ജെൻഡറായിട്ടുള്ള മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയെപ്പറ്റി സംസാരിക്കുന്നതിനോ അവർ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനോ ഒന്നും അധികാരികൾ സിസ്റ്റത്തിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജോലിയിലേക്ക് നിയോഗിക്കപ്പെട്ട 18 പേരും കൊഴിഞ്ഞു പോവുകയും 3 പേർ മാത്രം അവിടെ അവശേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുപോലും വളരെ തുച്ഛമായ വേതനം ഇത്തരം മനുഷ്യർ അതാണ് ഒരു ഔദാര്യമായിട്ട് ഇതിനെ അവർ കാണുന്നു എന്ന് പറയുന്നത്. നമുക്ക് നിലനിൽക്കണമെങ്കിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന പോലെയുള്ള പല രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുപക്ഷെ ആവശ്യമാണ്. ഇപ്പം നമ്മളാരും സ്വന്തം വീടുകളിൽ നിന്ന് ഈ തൊഴിൽ ഇടങ്ങളിലേക്ക് എത്തിപ്പെടുന്ന മനുഷ്യരല്ല. ഈ നിലനിൽക്കുന്ന എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളിലും വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പോലും മാറി നിൽക്കുന്ന ആൾക്കാർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്നാണ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ ആ അവസ്ഥയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം മനുഷ്യരെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളോ സജ്ജീകരണങ്ങളോ ഈ ജോലി കൊടുത്ത ആൾക്കാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വലിയൊരു വീഴ്ചയായിട്ട് തന്നെ നിലനിൽക്കുന്നൊരു കാര്യമാണ്. ഇനി വിദ്യാഭ്യാസപരമായിട്ട് പോലും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏകദേശം 60% വരുന്ന മനുഷ്യരും ഈ 9ാം ക്ലാസ്സോ വരെയെങ്കിലും എത്താൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ആ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് മേലെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന പോലെ പൊതുസമൂഹം പറയുന്ന പോലുള്ള നല്ല തൊഴിൽ മേഖലയിലേക്കൊക്കെ മനുഷ്യർക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറേയധികം ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് സ്കില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. സ്കില്ലിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ കണ്ടുവച്ചിരിക്കുന്ന ചില തൊഴിൽ മേഖലകളുണ്ട്. ഇവരെല്ലാവരും ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നവരാണ്. അപ്പോൾ കുറേ പേരെ എങ്ങും ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുക, കുറേ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് അപ്പോൾ നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ് ഇവരെല്ലാവരും ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ എല്ലാവരും മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഭാഗം മനുഷ്യരെ പറ്റിയും വളരെ പ്രജുഡിസ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഇത്തരം സ്കില്ലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ പോലും വളരെ ജനറലൈസായിട്ട് പറയുന്നൊരു വിഷയമാണ്, ഇത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് കൊടുത്താൽ മതി. അപ്പോൾ അവർ പറയുന്ന രീതിയിലുള്ള സ്കില്ലിംഗ്, അവർ കൊടുക്കുന്ന സാധനത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കണമെന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഒരുപാട് മനുഷ്യരെത്തുന്നത് ഈ വിഭാഗത്തെപ്പറ്റി കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടുകൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് പോലും ഒരു അംബ്രല്ല ടേമായിട്ടാണ് നമ്മൾ പരിഗണിച്ച് പോരുന്നത്. ഇപ്പോൾ നിയമം, ഈ മേഖലയിൽ വന്നിട്ടുള്ള നിയമം 2019 നിയമമാണ്. ആ നിയമത്തിൽ പോലും ഏകദേശം 18ഓളം ഉപവിഭാഗങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ജെൻഡർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെ പല ഉൾപ്പിരിവുകളുമുണ്ട്. ആ ജെൻഡറിൻ്റെ ഉൾപ്പിരിവുകളെ പറ്റി പോലും നമുക്ക് ധാരണയില്ല. പക്ഷേ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒറ്റ ടേമായിട്ട് മാത്രം അതിനെ പരിഗണിക്കുകയും അതിനകത്ത് കൾച്ചറലി തന്നെ ഡൈവേഴ്സായിട്ട് നിൽക്കുന്ന കുറേയധികം മനുഷ്യർ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും നീഡ് ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കാം. ആ നീഡ് അനുസരിച്ചിട്ടുള്ള മേഖലയിലേക്ക് അവരെ എത്തിക്കുന്നതിൽ ഇപ്പോഴും നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നതിനുള്ള കാരണം നമുക്കിപ്പോൾ പറയുകയാണ്, എനിക്കൊരു എയർപോർട്ട് ഏവിയേഷൻ കോഴ്സിൽ എനിക്കൊരു പരിശീലനം വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു 5 പേരെയോ 10 പേരെയോ കൂടെ കൂട്ടിയിട്ട് വരാനാണ് പറയുക. അപ്പോൾ ഈ 10 പേരുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ആ മേഖലയിൽ ഒരു പരിശീലനം കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള ഒരു പരിശീലനത്തിലേക്കോ തൊഴിൽ മേഖലയിലേക്കോ എനിക്ക് എത്തിപ്പെടണമെങ്കിൽ ഞാൻ എന്നോടൊപ്പം നിൽക്കുന്ന 15 പേരെ കൂടി കണ്ടെത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ശ്രമകരമായ ജോലിയും കൂടെ നിർവഹിക്കേണ്ടി വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള അവരുടെ അഭിരുചി എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ അഭിരുചി മേഖലയിൽ ശോഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനമല്ല കൊടുക്കുന്നത്. ആ അഭിരുചി മേഖലയിലേക്ക് എനിക്ക് ശോഭിക്കണമെങ്കിൽ ഞാൻ കുറേ മനുഷ്യരെ കൂടെ കണ്ടെത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്,
നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിക്കുന്ന വിഷയമാണ്. നിങ്ങൾക്ക് ആ പരിശീലനം കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം ഇത്ര വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു രീതിയിലും അതിനുള്ളൊരു സാമൂഹ്യ അവസ്ഥയോ സാഹചര്യമോ ഇല്ലാത്ത മനുഷ്യർക്ക് അത് നേടിയെടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മിനിമം ഡിഗ്രി വേണമെന്ന് പറയുമ്പോൾ ഈ നമ്മൾ സർക്കാർ നടത്തിക്കൊണ്ട് വരുന്ന പല പദ്ധതികളും ഇത്തരം മനുഷ്യർക്ക് മുതൽക്കൂട്ടാകണമെന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഒരുപക്ഷെ രൂപീകരിക്കുന്നതെങ്കിൽ ആ മനുഷ്യരുടെ അവർ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് കൂടെ അത് പ്രാപ്യമാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അതിനെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും നമ്മളൊരു നോംസ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ആ നോംസിനകത്തേക്ക് ഇറങ്ങി പൊക്കോളൂ എന്ന് പറയുന്നൊരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ട് പോരുന്നത്. അപ്പോൾ ആ സമീപനം സ്വീകരിക്കുന്നത് കാരണം തന്നെ ഒരുപാട് മനുഷ്യർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അത്തരം മേഖലയിലേക്ക് കടന്നു വരുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ആ മനുഷ്യരുടെയും കൂടെ അവസ്ഥ എന്താണെന്ന് കേട്ടുകൊണ്ട് വേണം ഒരുപക്ഷെ രൂപീകരിക്കുന്നതിന്. അത് പലപ്പോഴും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് വേണ്ടി സർക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടത്തുന്നു എന്ന് പറയുമ്പോഴും ആരൊക്കെയോ ഇത്തരം മനുഷ്യർക്ക് വേണ്ടി ചെയ്തു വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഞാൻ ഈ പൊതുജന ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഒരു ഡ്രാഫ്റ്റ് ഫൈനലൈസ് ആയെന്ന് എനിക്ക് തോന്നുന്നു. പൊതുജനങ്ങളുടെ ആരോഗ്യം സംബന്ധിക്കുന്ന വിഷയത്തിൽ സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എവിടെയും ട്രാൻസ്ജെൻഡർ മനുഷ്യരെ പറ്റിയോ അത്തരം മനുഷ്യരുടെ ആരോഗ്യ സേവനങ്ങളെ പറ്റിയോ അത് എങ്ങനെ ആക്സസ് ചെയ്യണമെന്നതിനെ പറ്റിയോ ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ഇത്തരം മനുഷ്യർക്കും കൊടുക്കാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഞങ്ങൾ കടന്നു വന്നിട്ടുള്ള അനുഭവങ്ങളെയോ ഞങ്ങളുടെ പ്രതിഷേധങ്ങളെയോ ഒക്കെ റദ്ദ് ചെയ്യുന്ന സമീപനമാണ് ഭൂരിപക്ഷ സമൂഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് റദ്ദ് ചെയ്യുന്നത് വഴി ഇവിടെ നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ക്യൂർ മനുഷ്യർ മാറുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന പദ്ധതികളാണെങ്കിലും നയങ്ങളാണെങ്കിലും അതിൽ പ്രാതിനിധ്യം ഏറ്റവും പ്രധാനമായിട്ട് തന്നെ നിലനിൽക്കുന്ന സമയത്ത് ആ പ്രാതിനിധ്യത്തിന് വേണ്ടി പുട്ടിന് പീരിയിടുന്നത് പോലെ ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഇരുത്തുക എന്നതിനപ്പുറത്തേക്ക് ആ മനുഷ്യൻ പറയുന്ന കാര്യങ്ങളിൽ ഗൗരവമുണ്ടെന്നും ആ ഗൗരവത്തോടു കൂടി തന്നെ അത് സമീപിക്കേണ്ടതാണെന്നും പരിഗണിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെ ഇടപെടാൻ സാധിക്കണം. പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുന്നവരൊക്കെ വളരെ അലക്ഷ്യമായിട്ടാണ് നമ്മുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നൊരു റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം ഇത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന മനുഷ്യർ മിനിമം ഈ ജെൻഡറിനെ സംബന്ധിച്ചാണെങ്കിലും സെക്സിനെ സംബന്ധിച്ചാണെങ്കിലും സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും നമുക്ക് ആധികാരികമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്ന റിസോഴ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൽ അറിവുള്ളവരായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. ആ അറിവിലൂടെ മാത്രമേ ഇത്തരം മനുഷ്യരെ നമുക്ക് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടോ ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാര സംവിധാനങ്ങൾ നിർദ്ദേശിക്കുന്നതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇത് ആ രീതിയിലല്ല പലപ്പോഴും സമീപിക്കുന്നത്, ഓരോ മനുഷ്യർ സമീപിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തരും, നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്ന് പറയുന്ന രീതി മാറ്റിവെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും നമ്മൾ പോകുന്ന സമയത്ത്, നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മിനിമം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള, ഇപ്പം നമുക്കൊരു എൻ്റെ ജെൻഡർ പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ആരോട് പോയി സമീപിക്കണം, എനിക്കിങ്ങനൊരു പ്രശ്നം ഈ സ്ഥാപനത്തിലുണ്ട്, ഞാൻ ആരോട് പോയി സമീപിക്കണം എന്നോ എനിക്കൊരു കോണ്ടാക്ട് പേഴ്സൺ വേണം എന്നോ ഒന്നും ഒരു ധാരണ ഒരു മനുഷ്യർക്കും ഇല്ല. അപ്പോൾ എനിക്കൊരു ഇൻജസ്റ്റിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയില്ല പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ എല്ലാ സ്ഥാപനവും എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലും ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷേ ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസിൻ്റെ വിഷയത്തിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ അതും പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കപ്പെടുകയും ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ളൊരു സംവിധാനം പോലും പല എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി പോളിസി വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന സമയത്ത് അത് സ്ത്രീകൾ ഉൾപ്പെടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗം മനുഷ്യർക്കും അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള നയരൂപീകരണങ്ങളടക്കം ഉണ്ടായി വരുന്ന സമയത്താണ് പ്രാതിനിധ്യത്തിലൂടെ ഇത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങളെ നമുക്ക് കേൾക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ സാധിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു സിസ്റ്റം അല്ല ഇപ്പോഴും നമുക്ക് നിലവിലുള്ളത്. ആ സിസ്റ്റത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത്തരം മനുഷ്യരുടെ കൂട്ടായ്മകളുമായിട്ടൊക്കെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ അനിവാര്യമാണ്. ആ മനുഷ്യരെയും കൂടെ കേൾക്കുന്ന രീതിയിലേക്കും ആ മനുഷ്യരുടെയും കൂടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉന്നയിക്കുന്ന രീതിയിലേക്കുള്ള നയരൂപീകരണങ്ങളാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതില്ലാത്തതാണ് ഇപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നത് നോളജ് ഇക്കണോമി മിഷൻ പ്രൈഡ് എന്ന പേരിലൊരു സമഗ്ര പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. പക്ഷേ ആ പദ്ധതിയിലേക്ക് നമുക്ക് ഒരുപാട് ബെനിഫിഷ്യറീസിനെ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലും അവർ ആ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ
അത് ഇത്തരം മനുഷ്യർക്ക് പ്രാപ്യമാകുന്ന രീതിയിലല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രശ്നം. ആ പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് ഈ മനുഷ്യരുടെ സവിശേഷ സാഹചര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്ന സമയത്ത് മാത്രമേ ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമുക്ക് ബെനിഫിഷ്യറി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും അതിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ നിലനിൽക്കുന്ന അറിവില്ലായ്മയും അജ്ഞതയും ഇനി ഞങ്ങളുടെ ഔദാര്യമാണെന്നുള്ളൊരു മനോഭാവവും പ്രകടിപ്പിക്കുന്നത് വഴിയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു ആത്മാഭിമാനം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, പലപ്പോഴും അതിനെ ഹനിക്കുന്ന രീതിയിലാണ് നമ്മളോട് പലരും പെരുമാറുന്നത്, സംസാരിക്കുന്നത്, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഒരു വട്ടം പോവുമായിരിക്കാം, ചിലപ്പോൾ 2 വട്ടം പോവുമായിരിക്കാം. ഇത് നിരന്തരം കേട്ടുകൊണ്ടൊരു മനുഷ്യൻ വീണ്ടും അവിടെ പോയി നിന്ന് അത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് തെറ്റിദ്ധാരണ മാത്രമാണ്. അത് ഈ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും അങ്ങനെയൊന്നും പോയി നിൽക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മനുഷ്യരെങ്കിലും മിനിമം അതിൽ ധാരണയുള്ളവരും മനുഷ്യരായി തന്നെ അവരെ കേൾക്കാനും കാണാനും പരിഗണിക്കാനും സാധിക്കുന്ന മനുഷ്യരാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒന്ന് മാമിനോട് ചോദിക്കാനുള്ളത്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനെയും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഡെവലപ്മെൻറ്റിനെ നാം അളക്കുമ്പോൾ എൻ്റെയൊക്കെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ അകത്ത് അതൊരു ഹോമോജീനിയസ് ഗ്രൂപ്പായിട്ട് നമുക്ക് കേരളത്തിലെ ആദിവാസി സമൂഹത്തെ കാണാൻ പറ്റില്ല. 36 വ്യത്യസ്ത വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിലെ ആദിവാസി പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. 2000-ൻ്റെ തുടക്കത്തിൽ കേരളത്തിലെ ഡീസെൻട്രലൈസേഷൻ സംബന്ധിച്ച് ഞാൻ പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള എൻ്റെ PhD പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ 36 ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ അകത്ത് തന്നെ ഒരു എലൈറ്റ് ഗ്രൂപ്പും ഒരു ഡിപ്രൈവ്ഡ് ഗ്രൂപ്പും ഉണ്ട്. വികസനത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗം അതിൻ്റെ അകത്ത് നിന്ന് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവസരങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു വിഭാഗം അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ശ്യാം സാറ് അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ തന്നെയാണ്. അതായത് നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യവും എപ്പോഴാണോ നാം ഒരു മനുഷ്യന് കൊടുക്കുന്നത്, അപ്പോൾ മാത്രമേ അവന് ലേബർ മാർക്കറ്റിൽ മറ്റുള്ളവരോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഹ്യൂമൻ അസറ്റ് ഫോർമേഷൻ്റെ അകത്ത് മെച്ചപ്പെട്ട ലെവലിലേക്ക് എത്തിയിട്ടുള്ള ചില വിഭാഗങ്ങൾ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ അകത്തുണ്ട്. സെന്നിൻ്റെയൊക്കെ തിയറി പ്രകാരം ഈ കിട്ടുന്ന അവസരങ്ങളെല്ലാം മാക്സിമം ക്യാപ്ചർ ചെയ്യുന്ന കാര്യത്തിൽ അവരൊക്കെ മുന്നിൽ വന്നിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ദേശീയ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ അകത്ത് തന്നെ ഒരു റിസർവേഷൻ്റെ അകത്ത് തന്നെ ചില കോട്ടകൾ വെക്കണമെന്നൊക്കെയുള്ള, സെപ്പറേറ്റ് കോട്ടകൾ വെക്കണമെന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ നടക്കുന്ന ഒരു ദേശീയ പശ്ചാത്തലം ഇപ്പോൾ ഉണ്ട്. ഈ ഒരു ചർച്ച ആരംഭിക്കാനുള്ള സമയം കേരളത്തിലായോ എന്നാണ് എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്. അങ്ങനെ ഉള്ള ചർച്ചകൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു നടക്കുന്നൊരു സ്ഥലം SC/ST ക്ലാസിഫിക്കേഷനെ കുറിച്ച്. അതെന്തുകൊണ്ട് നമുക്ക് ഈ ഒരു വേദിക്ക് സദസ്സിന് അറിയാത്തതെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകുന്നു. നമ്മൾ എത്ര ഡിസെൻഗേജ്ഡ് ആണ് SC/ST പബ്ലിക് ഡിസ്കോഴ്സിനെ കുറിച്ച് നമ്മൾ എത്ര ഡിസെൻഗേജ്ഡ് ആണ് എന്നാണ് എനിക്കത് ആ ഒരു ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ വലിയൊരു SC/ST കോൺക്ലേവ് നടന്നൊരു സ്ഥലമാണ് കേരളത്തിൽ. അധികം നാളുകൾ പോലും ആയിട്ടില്ല സുപ്രീം കോടതി വിധി വരികയും അതിനകത്ത് ക്രീമി ലെയർ എന്നുള്ളൊരു ഐഡിയ SC/ST വിഭാഗങ്ങളിലേക്ക് കൊണ്ടുവരിക. അത് എത്ര പെട്ടെന്നാണത് നടപ്പിലാക്കാനുള്ള ഒരു വ്യഗ്രത ഇവിടെ വന്നത് എന്നതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഈ സൈദ്ധാന്തികമായിട്ടും പ്രാക്ടിക്കലായിട്ടും പൊളിറ്റിക്കലുമായിട്ടും ഉള്ള പബ്ലിക് ഡിസ്കോഴ്സ് ഇൻ്റർവെൻഷൻ ഇവിടെയുള്ള ദളിത്, ആദിവാസി, ബഹുജൻ, ബുദ്ധിജീവികളും പൊളിറ്റിക്കൽ ലീഡേഴ്സും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്രത്തിലൊക്കെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച തുടങ്ങണ്ടേ എന്ന് ഒരു ചോദ്യം എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു ചർച്ച വളരെ വലിയ രീതിയിൽ നടക്കുന്നുള്ള ചർച്ചയാണ്. 2, ഇപ്പോൾ സ്റ്റേറ്റ് മുന്നോട്ട് വെക്കുന്ന പല പ്രൊവിഷൻസും ക്യാപ്ചർ ചെയ്യാൻ സാധ്യമാകുന്ന ഒരു പറ്റം ഗ്രൂപ്പ്സ് ആദിവാസി മേഖലയിലോ ദളിത് ഗ്രൂപ്പ്സിൻ്റെ ഇടയിലോ ഉണ്ടെങ്കിൽ ഗുഡ് ഫോർ ദം.
ഗ്രേറ്റ് ഫോർ ദം, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അവർ ബാക്കിയുള്ളവരിൽ നിന്നും മാറിപ്പോകും. ഇതെന്തൊരു അൺഫെയർ ആയിട്ടുള്ള ഫ്രെയിംവർക്കാണെന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഈ ചിന്ത തന്നെ എത്ര തെറ്റായിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഫ്രെയിംവർക്കേ തെറ്റാണെന്നൊന്ന് ആലോചിക്കുക. ഒരു ഗ്രൂപ്പിനുള്ളിൽ നിന്ന്, ഒരു സോഷ്യലി ഏറ്റവും ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു സെറ്റ് മനുഷ്യർ കോട്ട് ആൻഡ് കോട്ട് എംപവേർഡ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അതിലുള്ള ബാക്കിയുള്ളവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ലാത്തത് അവരുടെ ശേഷിക്കുറവായിട്ട് ചിത്രീകരിക്കുന്നത് തന്നെ എക്സ്ട്രീംലി പ്രോബ്ലമാറ്റിക്കാണ്. സ്റ്റേറ്റിന് അവരുടെ ഇഷ്യൂസ് മനസ്സിലാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റിന് അവരിലേക്ക് പ്രൊവിഷൻസ് എത്തിക്കാൻ പറ്റാത്ത സ്റ്റേറ്റിൻ്റെ കുഴപ്പമാണ്. അല്ലാതെ ആ മനുഷ്യരുടെ ശേഷിക്കുറവായിട്ട് കാണുന്നത് കേപ്പബിലിറ്റി അപ്രോച്ചിന്, അമർത്യ സെൻ പറയുന്ന കേപ്പബിലിറ്റി അപ്രോച്ചിന് തന്നെ എതിരാണെന്നും കൂടെ ഞാനിവിടെ എടുത്ത് പറയേണ്ട വലിയ ആവശ്യമുണ്ട്. 2, ഈ ഗ്രൂപ്പുകൾ തമ്മിലല്ല കോമ്പറ്റീഷൻ എന്ന് മനസ്സിലാക്കണം. ഇവിടെ നിലനിൽക്കുന്ന ഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സും ഇവിടെ മറ്റ് സൈഡിൽ നിൽക്കുന്ന ദളിത്, ആദിവാസി, ബഹുജൻ, സ്ത്രീ, ക്യൂർ ഗ്രൂപ്പുകളിലും തമ്മിലാണ് കോൺട്രാസ്റ്റും കമ്പാരിറ്റീവ് സ്റ്റഡിയും നടത്തേണ്ടത്. ഈ ഇൻറ്റേർണലായിട്ടുള്ള ഒരു ഡിസെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ മുമ്പോട്ട് വരുന്നത്. അതിൽ ചില ഗ്രൂപ്പുകൾ മാത്രം പ്രബലമാകുന്നു എന്നുള്ളത്. എന്നാൽ നമ്മൾ ഇന്ത്യയുടെ ഒട്ടാകെയുള്ളൊരു സ്റ്റഡി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ പ്രബലമാകുന്നു എന്ന് പറയുന്നത് എത്ര പ്രബലമാകുന്നു, പ്രപ്പോർഷനേറ്റ്ലി എത്ര പ്രോഗ്രസ് ആണ് ഈ സോ കോൾഡ് എന്താണ് വിത്തിൻ ഗ്രൂപ്പ്സ്. ഇപ്പം രാജസ്ഥാനിലൊക്കെയുള്ള മീന ഗ്രൂപ്പിനെ വെച്ചൊക്കെയാണ് പഠനം നടന്നിട്ടുള്ളത്. ആ ഗ്രൂപ്പുകൾ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര പേര് ഡിപ്പെൻഡൻസി റേഷ്യോ ഇല്ലാതെ സ്ഥലം വാങ്ങിയവരായി മാറി, അതിലെത്ര പേര് ക്ലാസ് എ വിഭാഗത്തിലുള്ള ഓഫീസേഴ്സായിട്ട് മാറി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കമ്പയർ ചെയ്യുന്നത് അപ്പോഴും എങ്ങനെയാണ്? ബാക്കിയുള്ള ട്രൈബൽ ഗ്രൂപ്പുകളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ബാക്കിയുള്ള ദളിത് ഗ്രൂപ്പുകളായിട്ട്. എന്തുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള പ്രബല ഗ്രൂപ്പുകളായിട്ടത് കമ്പയർ ചെയ്യുന്നില്ല? ഇവിടെ ഉള്ള എത്ര പുലയ മനുഷ്യർ IAS എന്നുള്ളത് ബാക്കിയുള്ള ഗ്രൂപ്പുകളായിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത്, നായർ ഗ്രൂപ്പുമായിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത്? അതെത്ര ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണെന്നും കൂടെ നിങ്ങൾ ഓർക്കണം. ഇത് ശ്രേണീവൽകൃത അസമത്വം നിലനിൽക്കുന്ന കാസ്റ്റുകളുടെ ഇടയിലും വളരെ വലിയ ഹെട്രോജനിറ്റി നിലനിൽക്കുന്ന ട്രൈബൽ ഗ്രൂപ്പുകളുടെ ഇടയിലും അവർ തമ്മിലുള്ള എന്താ പറയുന്ന സഹവർത്തിത്വം, സോളിഡാരിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഫ്രെയിംവർക്കുകളിലാണോ നമ്മൾ ഏർപ്പെടേണ്ടത്? അതോ അതിനുപരിയായിട്ട് എല്ലാ മനുഷ്യർക്കും റീഡിസ്ട്രിബ്യൂട്ടറി പൊളിറ്റിക്സ് വഴി ഹെൽപ്ഫുൾ ആകുന്ന ഫ്രെയിംവർക്കിലേക്കാണോ നമ്മൾ നോക്കേണ്ടത്? ഇത് എക്സ്ട്രീംലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷാർപ്പായിട്ട് പറയേണ്ടി വരുന്നതെന്നും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. 1. 2, തിരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്ന ഒരു സെക്ടർ നിലനിൽക്കുന്നു. ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ നമുക്ക് വേണമെങ്കിൽ മറ്റ് ഒരു പേരിൽ വിളിക്കാമെങ്കിൽ കാസ്റ്റ് സെക്ടർ, അല്ലെങ്കിൽ ഡിസ്പ്രിവിലേജ് കാസ്റ്റ് സെക്ടർ, മർദ്ദിതരായിട്ടുള്ള ഹിസ്റ്റോറിക്കലി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള കാസ്റ്റ് ഗ്രൂപ്പിനെയാണ് ആക്ച്വലി ഇവിടെ നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഓർഗനൈസ് ചെയ്യാത്തത്? ഈ ഒരു ചോദ്യം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം ചീപ്പ് ലേബർ അവൈലബിലിറ്റി ആവശ്യമാണ്, എക്കണോമിക് ആവശ്യമായതുകൊണ്ട് അവരെ അൺഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ നിലനിർത്തുകയാണ്. സോ ഫോർ ഇൻസ്റ്റൻസ്, നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യാൻ വരുന്ന ഡൊമസ്റ്റിക് ഹെൽപ്പായിട്ടുള്ള സ്ത്രീകളുടെ മിനിമം വേജ് ലേബർ എന്തുകൊണ്ടാണ് സെറ്റ് ചെയ്യാത്തത്? 1 മണിക്കൂർ ഇത്രയും ജോലി ചെയ്യുന്നതിന് ഇത്രയും വേതനം എന്നുള്ള ഒരു റെഗുലേഷൻ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ വീടുകളിൽ ജോലി ചെയ്യാൻ വന്ന്. എന്നിട്ട് ഈ കേരളത്തിൽ ഒട്ടനവധി ഏജൻസികളുണ്ട്. ഈ ഏജൻസികളെല്ലാം ഡൊമസ്റ്റിക് ലേബർ സപ്ലൈ ചെയ്യുന്ന ഏജൻസികളാണ്. ആ ഏജൻസികളെ റെഗുലറൈസ് ചെയ്യാൻ ഒരു നിയമനിർമ്മാണം ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പം കെയർ ഗീവിങ്, ഇതേപോലെ തന്നെ കെയർ ഗീവിങ്ങിൻ്റെയും നഴ്സിംഗ് ജോബ്സിനും വലിയ മാർക്കറ്റുള്ള, പർട്ടിക്കുലർലി ഏജിങ് പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ് കേരളം. ജീറിയാട്രിക് കെയറിന് വേണ്ടി, വയോജനങ്ങൾക്ക് കെയറിന് വേണ്ടി നഴ്സിംഗ് ജോബ്സ് വളരെ അതിൻ്റെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിൽ ഈ നഴ്സിംഗ് സെക്ടറിലുള്ള കാസ്റ്റ് കോമ്പോസിഷനെ കുറിച്ചുള്ള ഒരു പഠനമെങ്കിലും നടന്നിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ ഒരു പഠനം എന്തുകൊണ്ടാണ് വരാത്തത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ചീപ്പ് ലേബർ അവൈലബിലിറ്റി എപ്പോഴും നിലനിർത്താൻ വേണ്ടിയുള്ള, അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ
കാര്യമല്ല. നമ്മൾ നിരന്തരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഈ വ്യവസ്ഥയെ നിലനിർത്താനുള്ള ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇൻട്രസ്റ്റ് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റലിസ്റ്റിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യാൻ ഇത് പഠനവിധേയമാക്കണം. 1. 2, വർക്ക് റെഗുലറൈസ് ചെയ്യുകയും അതിന് കൃത്യമായിട്ടുള്ള വേതനം കിട്ടുന്നുണ്ടോ എന്നുള്ള എൻക്വയറീസ് സ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്ന് വരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്കിൽലെസ്നെസ്സിനെ സ്കില്ലിലേക്ക് മാറ്റുന്ന പ്രവൃത്തി പോലെ തന്നെ ഓൾറെഡി സ്കിൽഡ് ആയിട്ടുള്ള വർക്കുകളുണ്ടല്ലോ, ഈ വർക്കുകൾ ചെയ്യുന്ന മാർജിനലൈസ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർക്കുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ബെനിഫിറ്റ്സ് കിട്ടാത്ത ജോലികളാണ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടാത്ത ജോലികളാണ്. അപ്പോൾ അത് ആര് എൻഷുർ ചെയ്യും എന്നുള്ള ആൻസേഴ്സ് നമുക്ക് ഇപ്പോഴും കിട്ടാത്തത്. ഇതുപോലെ തന്നെയാണ് ഫോർ ഇൻസ്റ്റൻസ് എനിക്ക് തോന്നുന്നു ശ്യാമ അത് കുറേ കൂടെ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയാണ് ശ്യാമ പറഞ്ഞതിന്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് 2% ഹയർ എഡ്യൂക്കേഷനിൽ സീറ്റുകൾ കൊടുക്കുന്നു. അവർക്ക് ഹോസ്റ്റലുകളുണ്ടോ? അപ്പോൾ 2% സീറ്റ് ഒരു കുട്ടി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ വരികയാണെങ്കിൽ ഇവരെ ഗേൾസ് ഹോസ്റ്റലിൽ താമസിപ്പിക്കാൻ പറ്റുമോ? ബോയ്സ് ഹോസ്റ്റലിൽ താമസിപ്പിക്കാൻ പറ്റുമോ? എവിടെ താമസിക്കാൻ പറ്റുമോ? താമസിപ്പിക്കണം, അതാണ് കറക്റ്റ്. പക്ഷേ അപ്പോൾ ഗേൾ സ്റ്റുഡൻസ് അതിന് പ്രശ്നം ഉണ്ടാക്കുന്നു, ബോയ് സ്റ്റുഡൻസ് അതിന് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് സജ്ജമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കിയിട്ടാണോ ഈ 2% നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? സോ ഈ റെപ്രസെൻറ്റേഷണൽ പൊളിറ്റിക്സിൽ നിന്ന് ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്ക് മാറേണ്ട വലിയ ആവശ്യം നമുക്കുണ്ട്. ഞാനിത് പറഞ്ഞത് സിംറ്റമാറ്റിക് ആയിട്ടാണ്. ഇതേ കാര്യം തന്നെയാണ് മാർജിനലൈസ്ഡ് മനുഷ്യരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. ലാർജറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ചേഞ്ചസ് വരാതെ നമ്മൾ അതിൻ്റെ മേലിൽ വലിയ മുറിവിൻ്റെ പുറത്ത് പൗഡർ ഇടുന്നത് പോലെ ചില മിനുക്ക് പണികൾ ചെയ്യുന്ന രീതിയിൽ ഉള്ള പെരിഫറലായിട്ടുള്ള ചേഞ്ചസ് വരുത്താതെ സ്ട്രക്ചറൽ ചേഞ്ചസ് വരാൻ ഇവിടെ നിയമനിർമ്മാണം വഴി അതിന് സാധ്യമാകുള്ളൂ. ആ നിയമനിർമ്മാണത്തിന് നമ്മുടെ ലെജിസ്ലേറ്റീവ് ആസ് വെൽ ആസ് നമ്മുടെ എക്സിക്യൂട്ടീവ് വില്ലിങ് ആകുന്ന അങ്ങനെ ഒരു ക്ലൈമറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഇൻക്ലൂസീവായിട്ടുള്ള പൊളിറ്റിക്സിനെ കുറിച്ചുള്ള വലിയ ചർച്ചകളൊന്നും നടക്കുന്നുണ്ട്. 2, പോളിസി മേക്കിംഗ് ഇൻ്റർവെൻഷൻസിൽ ചേഞ്ചസ് പല രീതികളിൽ തന്നെ വരുന്നുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണതയിലെത്തണമെങ്കിൽ നേരത്തെ ഇവിടെ ശ്യാം സാർ പറഞ്ഞ പോലെ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ലെവലിലുള്ള കമ്മ്യൂണിറ്റി അറിവുകൾ, അത് മാർജിനലൈസ് കമ്മ്യൂണിറ്റിയുടെ അറിവും ജ്ഞാനവും പബ്ലിക് അറിവിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന പ്രക്രിയകൾ, അങ്ങനെ ട്രാൻസ്ഫോർമേറ്ററി ആയിട്ടുള്ള പ്രക്രിയകൾ നടന്നാൽ മാത്രമേ സമൂലമായിട്ടൊരു ചേഞ്ച് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ അവതരണത്തിൽ കുറേ പുതിയ ആശയങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ആദിവാസി സമൂഹത്തെ അവരുടെ പരമ്പരാഗതമായ തൊഴിൽ മേഖലകളിൽ മാത്രം ഒതുക്കി നിർത്താതെ പുതിയ സാധ്യതകളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കാഴ്ചപ്പാടുകൾ ഉയർന്നു വരണമെന്ന് പറഞ്ഞു. പരമ്പരാഗത സാധ്യതകൾ പറഞ്ഞപ്പോൾ സാർ ആദിവാസി വൈദ്യത്തെ പറ്റി പറഞ്ഞു. കേരളത്തിലെ എത്നോ മെഡിസിൻ രംഗത്ത് വലിയ ഇടപെടലുകൾ നടത്തിയൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. 95-96 കാലം കേരളത്തിലെ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ കോഴിക്കോട് കിർട്ടാഡ്സ്, ഞാൻ ആ കാലത്ത് അവിടെ റിസർച്ചറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇനീഷ്യേറ്റീവിൽ അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട വംശീയ വൈദ്യന്മാരെയൊക്കെ സംഘടിപ്പിച്ചു. അവർക്ക് സർട്ടിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് അവരെ വളർത്തി കൊണ്ടുവന്നു. ഒരു 3-4 വർഷം ഒരു വലിയ മൂവ്മെൻ്റായിട്ട് ആ പ്രസ്ഥാനം വളർന്നു വന്നിരുന്നു. പക്ഷേ ഈ സ്വാഭാവികമായിട്ടും അത് പിന്നീട് തകർന്നു പോവുക ചെയ്തത്. പല ഘട്ടങ്ങളിലും നമ്മൾ പല ഇൻ്റർവെൻഷൻസും നടത്തി ഇവരുടെ ഈ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് പുതിയ തൊഴിൽ സാധ്യതകളിലേക്കൊക്കെ അവരെ കൂട്ടിക്കൊണ്ട് കണക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോൾ എൻ്റെ കൂടി പേഴ്സണൽ അനുഭവങ്ങൾ പലപ്പോഴും നെഗറ്റീവാണ്. ഞാൻ കുടുംബശ്രീ മിഷൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന കാലത്ത് അവിടെ ഒരു വലിയ സ്കില്ലിംഗ് പ്രോഗ്രാമുണ്ട്, DDGKV എന്ന സ്കില്ലിംഗ് പ്രോഗ്രാമുണ്ട്. കുട്ടികളെയൊക്കെ സ്കില്ലിങ്ങിന് വിട്ടു. കോഴിക്കോടും അതുപോലെ കണ്ണൂരുമൊക്കെയുള്ള പഠന കേന്ദ്രീകൃതമായ തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ അവരെ പ്ലേസ് ചെയ്തു. NTTF പോലുള്ള സ്ഥാപനങ്ങളിൽ ആ കുട്ടികളെ പഠിപ്പിച്ചു.
ബാംഗ്ലൂരിലൊക്കെ കുട്ടികൾ പ്ലേസ് ചെയ്തു. പക്ഷേ ഈ പുതിയ തൊഴിൽ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു 3-4 മാസം കുട്ടികൾ അവിടെ നിൽക്കും, അതുപോലെ കുട്ടികൾ തിരിച്ചങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ പ്രായോഗികമായ കുറേ പ്രശ്നങ്ങളുണ്ട്. അവരുടെ പരമ്പരാഗതമായ ആവാസ വ്യവസ്ഥയിൽ എല്ലാ കാലത്തും കൂട്ടിക്കെട്ടി നിർത്തണമെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ പുതിയ സാധ്യതകളിലേക്ക് അവരെ കണക്ട് ചെയ്യുമ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അത് ഒരു സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രായോഗികമായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഈ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ മറികടക്കാമെന്ന് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞാൽ നന്നായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനകത്ത് ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് മലയാളിയുടെ ഒരു പൊതുബോധത്തിൻ്റെ പ്രശ്നമാണ്. ഇത് സാർ ആദ്യം സൂചിപ്പിച്ചതിന് വളരെ വിശദമായിട്ട് ഡോക്ടർ മാളവിക ബെന്നി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. സാറ് സൂചിപ്പിച്ചത് ഈ ഹോമോജീനിയസ് അല്ല, അത് സുപ്രീം കോടതിയുടെ വാദമാണ്. ഇവർ ഹോമോജീനിയസ് അല്ല. യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗം എന്ന് ഭരണഘടന വളരെ കൃത്യമായിട്ട് സ്ഥാനപ്പെടുത്തിയത് ചില പൊതുവായ സവിശേഷത അടിസ്ഥാനത്തിലാണ്. ആ പൊതുവായ സവിശേഷത അവർക്കില്ല എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വിഭവങ്ങളുടെ വിതരണത്തെ സംബന്ധിച്ച്, വിഭവങ്ങളുടെ വിതരണത്തിലെ അനീതിയെ, അതിൻ്റെ ഉത്തരവാദിത്വം ദളിതരുടെയും ആദിവാസികളുടെയും തലയിൽ കെട്ടിയേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ആഖ്യാനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാതെ വയ്യ. അതിൻ്റെ വിശദമായ ചർച്ചകളിലേക്കൊന്നും തൽക്കാലം ഞാൻ കടക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? തീർച്ചയായിട്ടും ചില പ്രതിസന്ധികൾ ആ മേഖലയിലുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആ പ്രതിസന്ധികൾ വരുന്നത്? ആ പ്രതിസന്ധികൾ വരുന്നത് നമ്മൾ കതിരിൽ കൊണ്ടുവന്ന് വളം വെക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അത് വളരെ ആഴത്തിൽ തുടക്കം മുതലേ തന്നെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണോ വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടത്തി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളെ സെലക്ട് ചെയ്ത് അവരുടെ വൈദഗ്ധ്യം വളർത്തിയെടുത്ത് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥാക്രമം ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ദളിത് ആദിവാസി മേഖലയിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കണം. ഇത് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ആ കുട്ടികൾ അവിടെ പോകുമ്പോൾ അവിടെ പഠിക്കുന്നില്ല, അവർക്ക് ആ വ്യവസ്ഥയുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചോദ്യം ഇതാണ്, അവരുടെ ശുഭോദർക്കമായ ഭാവിയെ കണ്ടുകൊണ്ട് നിങ്ങൾ വിത്തിടുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഫലപ്രദമായ ഒരു വ്യവസ്ഥാക്രമം സൃഷ്ടിക്കാൻ കഴിയാത്തത് എന്നതാണ് ചോദ്യം. ആവാസക്രമം നമ്മൾ സൃഷ്ടിക്കണമല്ലോ. ആ ആവാസക്രമം എന്താണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തത്? ആ ആവാസക്രമം കേരളത്തിലില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ദളിതാദിവാസി മേഖലയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി വളരെ വലിയ രീതി വൈദഗ്ധ്യമുള്ള ആളുകളെ പുറന്തള്ളുന്ന ഒരു രീതി കേരളത്തിൽ നിലനിൽക്കുന്നു. ഒരു ഉദാഹരണമാണ് ഞാൻ കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ എയ്ഡഡ് കോളേജുകൾ, കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകൾ. എന്തുകൊണ്ടാണ് അവിടെ ഒരു ആദിവാസിക്ക് ജോലി കിട്ടാത്തത്? എനിക്ക് തോന്നുന്നത് ഒരു കാക്ക മലർന്നു പറക്കുന്നതിനെക്കാട്ടിലും പ്രയാസമാണ് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു കോളേജിലോ സ്കൂളിലോ ഒരു ആദിവാസിക്ക് ജോലി കിട്ടുന്നത്. അത്രമാത്രം സാമൂഹ്യ ജീർണത ബാധിച്ച ഒരു സമൂഹമാണ് മലയാളികൾ. അത് അംഗീകരിക്കണം മലയാളികൾ. തനിജാതിവാദികളാണ് മലയാളികൾ. ഒരു ആദിവാസി അധ്യാപകനായി വരുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത സാമൂഹ്യ ജീർണതയും തനിജാതിവാദികളുമായിട്ടുള്ളതാണ് മലയാളികൾ. അതിൻ്റെ ഉത്തരവാദിത്വം ആദിവാസികളല്ല, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണെന്ന് നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ അംഗീകരിക്കാത്തതുകൊണ്ടാണ് കുറ്റം ആരുടെ തലയിൽ. അത് ആദിവാസികളുടെ കുഴപ്പമാണ് കേട്ടോ. പറഞ്ഞാൽ നമ്മൾ ഈ ബൈബിളിലെ കഥ പറഞ്ഞ പിലാത്തോസിനെ പോലെ കൈ കഴുകി എളുപ്പമാണല്ലോ. ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിന്, കേരളീയ സമൂഹത്തിനാണ് ഉത്തരവാദിത്വമുണ്ട് ഇതിന് മാറ്റം വരുത്താൻ വേണ്ടി. പക്ഷേ അത്തരം ഒരു മാറ്റത്തിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആദിവാസി കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ, സ്കൂളുകൾ, അവിടെ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന സവർണ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർ, അവരോട് കാണിക്കുന്ന സാമൂഹ്യ അനീതി, ഈ സാമൂഹ്യ അനീതിക്ക് മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിരവധി വാർത്തകൾ പുറത്തു വന്നല്ലോ. പേരാമ്പ്ര എന്ന് പറഞ്ഞൊരു സ്കൂള്, ആ സ്കൂളിൽ മറ്റൊരു കുട്ടികളും പഠിക്കാത്ത സാഹചര്യമാണ്. ഇതെന്തുകൊണ്ടാണ്? പേരാമ്പ്ര സ്കൂളിൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ സ്കൂളിൽ പഠിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനെ ഒരു പട്ടികജാതി സ്കൂളാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ വ്യവസ്ഥ എങ്ങനെ ഉണ്ടായി? ഈ വ്യവസ്ഥ കേരളീയ സമൂഹം സൃഷ്ടിച്ച വ്യവസ്ഥയാണ്. ഇതിന്
മാറ്റം ഉണ്ടായാൽ മാത്രമേ വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ഈ സബ്മിറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം, 100 കണക്കിന് അധ്യാപക പോസ്റ്റുകളാണ് ഇനി നികത്താനുള്ളത്. കർശനമായിട്ട് സംവരണം നടപ്പിലാക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡിന് ഉൾപ്പെടെയുള്ള കോളേജുകളിലും സ്കൂളുകളിലും കർശനമായി സംവരണം നടപ്പിലാക്കണം. ആനുപാതികമായ പ്രാതിനിധ്യം ദളിതർക്കും ആദിവാസികൾക്കും കിട്ടിയേ മതിയാവൂ. ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുപാതം തെറ്റിയുള്ള കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. EWS സംവരണം വന്നു. ഇന്നലെ വരെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്നലെ വരെ SC/ST വിഭാഗങ്ങൾക്ക് സംവരണം കിട്ടിക്കൊണ്ടിരുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യക്ഷമതയുള്ള ആളുകൾ ഈ സംവരണം മൂലം ജോലിയിലേക്ക് വരുന്നില്ല. സംവരണം മേടിച്ചു വരുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചികിത്സിക്കാൻ വരുമ്പോൾ സർജറി ശരിയാകത്തില്ല, ചത്തുപോകാൻ സാധ്യതയുണ്ട്. സംവരണം മേടിച്ചു വരുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പണിയുന്ന പാലം കുലുങ്ങും, കെട്ടിടം തകരും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ EWSകാർക്ക് സംവരണം വന്നപ്പോൾ 6,000 താഴെ, എനിക്ക് തോന്നുന്നു 60,000 താഴെ, 60,000 താഴെയുള്ള മുന്നാക്കക്കാരൻ സവർണൻ EWS സംവരണത്തിലൂടെ പോസ്റ്റ് കിട്ടി വന്നിരിക്കുക, കോളേജിൽ പഠിക്കാൻ വന്നിരിക്കുക. EWSകാരൻ പണിയുന്ന പാലം തകരുമെന്ന് നമുക്കെന്താ തോന്നാത്ത? മലയാളിക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുന്നേ ഇല്ലല്ലോ. ഇന്നലെ വരെ സംവരണം കാര്യക്ഷമതയെ ബാധിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. EWS സംവരണം വന്നതോടുകൂടി കാര്യക്ഷമതയെ സംബന്ധിച്ച് ഒരു ചർച്ചയില്ല. ഇപ്പം നമ്മളെല്ലാം വലിയ പുരോഗമനവാദികളായിരിക്കുക. മലയാളി കൊണ്ട് നടക്കുന്ന പുരോഗമനം എന്ന് പറയുന്നത് നിശ്ചിതമായി പറയാം, പുറത്ത് പുരോഗമനവും അകത്ത് ജാതിവാദികളുമായിട്ട് ജീവിക്കുന്നവരാണ് മലയാളികൾ. അവരുടെ ആ ജാതിമൂല്യബോധത്തെ അഴിച്ചു പണിയാതെ ദളിതർക്കും ആദിവാസികൾക്കും രക്ഷയുണ്ടാകത്തില്ല. അതുകൊണ്ട് മലയാളി നന്നാകണം. ആ മലയാളി എന്ന് പറയുന്നത് ദളിതരും ആദിവാസികളും ഒഴിച്ചുള്ള മലയാളികൾ നന്നായാൽ മാത്രമേ ദളിതരും ആദിവാസികളും രക്ഷപ്പെടത്തുള്ളൂ. അതുകൊണ്ട് കുറ്റം ദളിതരുടെ ആദിവാസികൾ എന്തായാലും കെട്ടിയേൽപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് സവർണ മലയാളി പൊതുസമൂഹം ആദ്യം കുറച്ച് ജനാധിപത്യവാദികളാകാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ.